വാഴുന്നൊരീശ്വരൻ തിരുനാമത്തിൽ ലോകങ്ങൾക്ക് മേഘരക്ഷകനാകും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. പരമകാരുണ്യവാൻ കരുണാനിധിയേ, വിധി പറയും ദിവസത്തിന്നേകാധിപനെ, നിയതമാരാധിപ്പൂ ഞങ്ങളങ്ങയ മാത്രം സതതം സഹായമർത്തിപ്പതും തിരുമുമ്പിൽ. നയിക്കണം ഞങ്ങളെ നേരായ മാർഗത്തിൽ, നിന്നനുഗ്രഹപാത്രമായോർത്തൻ മാർഗത്തിൽ. അങ്ങയാൽ കോപിക്കപ്പെട്ടോരുടെ വഴിയല്ല, സന്മാർഗഭ്രഷ്ടർത്തൻ വഴിയിലുമല്ല. ആലന്തയാലുവായി ദാക്ഷിണ്യശാലിയായി വാഴുന്നൊരീശ്വരൻ തിരുനാമത്തിൽ. നിഖില ലോകങ്ങൾക്കു മേഘരക്ഷകനാകും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. താങ്ക് യു മാം. കുറെ നാളുകളായി ആക്ച്വലി പ്രെയർ ഞാൻ കേട്ടിട്ട്. കാരണം വെച്ചാല് ഞാൻ കഴിഞ്ഞ വർഷം ഇന്റർവെൻഷൻ ചെയ്തിരുന്ന സ്കൂളിലെ ഒരു ബാച്ചിന്റെ പ്രെയർ ഞങ്ങൾ ഈ പ്രെയറോട് കൂടിയായിരുന്നു സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ബാച്ച് പോയി കഴിഞ്ഞപ്പോ പിന്നെ ഈ പ്രെയർ ഉണ്ടായിട്ടില്ല. വെരി ഗുഡ്, താങ്ക് യു. Okay, good morning to all. Okay, what's next? Thought of the day or signing? Okay. Hello, good morning all. ഞാനൊരു ചെറിയ സ്റ്റോറി പറഞ്ഞിട്ട് നമ്മുടെ സൈനിങ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സ്റ്റോറി എന്താന്ന് വെച്ചാല് ഒരു രാജാവിന്റെ കഥയാണ്. ഒരു രാജാവിന്റെയും അദ്ദേഹത്തിന്റെ സഹായിയായിട്ടുള്ള ഒരു ആനയുടെയും കഥയാണിത്. ഈ രാജാവ് എന്ന് വെച്ചാല് രാജാവ് എപ്പോഴും യുദ്ധത്തിനൊക്കെ പോയിട്ട് എപ്പോഴും വിജയം കൈവരിക്കുന്ന ഒരു രാജാവായിരുന്നു. അതേപോലെ തന്നെ ഈ യുദ്ധത്തിനൊക്കെ പോകുന്ന സമയത്ത് രാജാവിന്റെ കൂടെ ഒരു കമ്പാനിയനായിട്ട് എപ്പോഴും ഈ ആനയും കൂടെ ഉണ്ടായിരുന്നു. ആന എന്ന് വെച്ചാൽ ഒരു നോർമൽ ആനയല്ല. ഈ ആന ഭയങ്കരമായിട്ട് നല്ല വലിയൊരു ആനയാണ്. ആനയ്ക്ക് ഭയങ്കര ധൈര്യമാണ്, അതുപോലെ ഭയങ്കര സ്ട്രോങ് ആണ്. ആരെയും പേടിപ്പിച്ച് നിർത്താനുള്ള ഒരു കഴിവും എല്ലാം കൊണ്ടും 100% പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കമ്പാനിയൻ ആയിരുന്നു ഈ ആന. അതുകൊണ്ട് തന്നെ രാജാവിന് എല്ലാ യുദ്ധങ്ങളും മാക്സിമം ഒരു 90% യുദ്ധങ്ങളും രാജാവ് ജയിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ഒരു ആന കാരണം. അപ്പൊ രാജാവിന് എന്ത് ആൾക്കാര് എങ്ങനെ രാജാവ് സൂപ്പർ ആണെന്നൊക്കെ പറയണ സമയത്തും രാജാവ് എന്ത് ചെയ്യും, രാജാവിനുള്ള ഒരു പങ്ക്, അതായത് ഇപ്പൊ രാജാവ് സൂപ്പർ ആണെന്ന് ഒരാൾ പറഞ്ഞാൽ ഞാൻ സൂപ്പർ ആവണേന് മുന്നേ എന്റെ ആനയാണ് എന്നെ ഹെൽപ്പ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് എല്ലാം ആനയ്ക്ക് കൊടുക്കുന്ന ഒരു പ്രകൃതമായിരുന്നു. കാരണം രാജാവിന് അത്രത്തോളം ആനയെ ഇഷ്ടമായിരുന്നു. ഒരു സമയത്ത് ഇപ്പോ കുറെ കാലങ്ങൾ ഇങ്ങനെ യുദ്ധം ചെയ്ത് ലാസ്റ്റ് കാലക്രമേണ ആനയ്ക്ക് പ്രായമായി തുടങ്ങി. അപ്പോ ഏജ്ഡ് ആയപ്പോ ആന യുദ്ധങ്ങളിലൊന്നും പങ്കെടുക്കാണ്ടായി. ആന തന്നെ കാട്ടിലൂടെയൊക്കെ ഇങ്ങനെ നടന്ന് അങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു ക്യാരക്ടറായി മാറിയാണ്. എന്നിരുന്നാലും രാജാവ് ഒരിക്കലും ആനേനെ ഉപേക്ഷിച്ചില്ല. രാജാവ് ഇടയ്ക്കിടയ്ക്ക് ചെല്ലും, ആനയെ നോക്കും, ആനയ്ക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അത് ചെയ്തു കൊടുക്കും. രാജാവ് എപ്പോഴും ആനയെ കെയർ ചെയ്തുകൊണ്ടിരുന്നു. ഇങ്ങനെ ഒരു ദിവസം ആന കാട്ടിലൂടെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന സമയത്ത് ആനയ്ക്ക് വല്ലാണ്ട് ദാഹം തോന്നിയപ്പോ നോർമലി ആന ഈ വലിയ വലിയ പുഴകളോ അല്ലെങ്കിൽ കുളങ്ങളോ അങ്ങനെയുള്ള ഏരിയയിൽ പോയിട്ടാണ് വെള്ളം കുടിക്കുന്നത്. സോ അങ്ങനെയുള്ള ഒരു സ്ഥലം നോക്കി പോകുന്ന സമയത്ത് ഒരു ചതുപ്പില് വീണു. അതായത് ഇപ്പോ ഇങ്ങനെ ചതുപ്പ് എന്താണെന്ന് അറിയാലോ, നമ്മള് വീണ് കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് രക്ഷപ്പെടല് ഭയങ്കര അസാധ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. സോ ഒരു ആനയും കൂടെ അല്ലേ, അപ്പൊ ആന എത്രത്തോളം ശ്രമിക്കണോ ആ ശ്രമിക്കണേന്റെ ഇരട്ടി ആന താഴ്ന്നു പോകാൻ തുടങ്ങി. അങ്ങനെ ആനക്കിത് രക്ഷപ്പെടാൻ കഴിയില്ല എന്നറിഞ്ഞപ്പോ ആന സഹായത്തിന് വേണ്ടിയിട്ടായിരിക്കാം ചിഹ്നം വിളിക്കാൻ തുടങ്ങി. ഭയങ്കര അലർച്ചയിൽ വിളിക്കാൻ തുടങ്ങി. ഈ സൗണ്ട് ആകെ കാട് മൊത്തം ഇങ്ങനെ അലർച്ച കേട്ട് തുടങ്ങിയപ്പോ ആളുകളും ഈ എല്ലാരും ഓടി ആനയുടെ അടുത്തെത്തി. അതിന്റെ കൂടെ തന്നെ നമ്മുടെ രാജാവ് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ രാജാവ് ഒറ്റയ്ക്കല്ല വന്നേ, രാജാവിന്റെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല ശക്തിമാന്മാരായിട്ടുള്ള ഭടന്മാരെയും കൂടെ കൂട്ടിയിട്ടാ വന്നേ, ഈ ആനയെ രക്ഷിക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടെ. അങ്ങനെ ഈ ഭടന്മാരെല്ലാം അവരുടെ പരമാവധി ശ്രമിച്ചു,
എത്ര ശ്രമിച്ചിട്ടും ഇത്രയും വലിയൊരു ആനയല്ലേ, മനുഷ്യരെ കൊണ്ട് അവരെ വലിച്ചു കയറ്റുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. കഴിയണില്ല, അവരെ കൊണ്ട് എത്ര ശ്രമിച്ചിട്ടും കഴിയണില്ല. അപ്പൊ ഇനി എന്ത് ചെയ്യുന്നുള്ള വിഷമിച്ചിരിക്കുന്ന സമയത്താണ് ബുദ്ധന് ആ വഴി പോകുന്നത്. ബുദ്ധനെ കണ്ടപ്പോ രാജാവ് ഓടിച്ചെന്ന് ഒരു സഹായം ചോദിച്ചു. ഇങ്ങനെ നമ്മുടെ ആന ചതുപ്പിൽ വീണ് കിടക്കുകയാണ്, അപ്പോ എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്ന് പറഞ്ഞപ്പോ ആനയുടെ അടുത്ത് വന്ന് നോക്കിയപ്പോ ആന ഭയങ്കര ദയനീയ അവസ്ഥയിൽ കിടക്കണുണ്ട്. അപ്പൊ എന്ത് ചെയ്തു, നമ്മുടെ ബുദ്ധൻ ഒരു ഐഡിയ പറഞ്ഞു കൊടുത്തു രാജാവിന്. അതായത് രാജാവിന്റെ ഏറ്റവും ശക്തരായിട്ടുള്ള ഭടന്മാരെ അണിനിരത്തി ഒരു യുദ്ധകാഹളം മുഴക്കാൻ പറഞ്ഞു. യുദ്ധകാഹളം എന്ന് വെച്ചാല് നമ്മള് ഏറ്റവും എന്താ പറയാ, ഭയങ്കരമായിട്ട് വലിയൊരു യുദ്ധം നടക്കാൻ പോവുകയാണെന്ന് ആനയെ വിശ്വസിപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള വലിയൊരു യുദ്ധകാഹളം മുഴക്കാൻ പറഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ രാജാവിന്റെ ഭടന്മാർ ചെയ്തു, അണിനിരന്ന് യുദ്ധകാഹളം മുഴക്കി. ഈ യുദ്ധകാഹളം കേട്ട ഉടനെ തന്നെ ആനയുടെ മട്ട് മാറി. ആന ഭയങ്കരമായിട്ട് താനൊരു യുദ്ധം ചെയ്യാൻ പോവുകയാണ്, താൻ പഴയ ആ ഒരു പ്രൗഢി ഉണ്ടല്ലോ തന്റെ, ആ ഒരു ലെവലിലേക്ക് എത്തിയ ആള് ഭയങ്കര സ്ട്രോങ് ആയി പെട്ടെന്ന് തന്നെ സ്വന്തമായിട്ട് താൻ യുദ്ധം ചെയ്യാൻ പോവാണ്, താൻ ജയിക്കാൻ പോവാണ് എന്നുള്ളൊരു ഒരു പ്രതീക്ഷയില് സ്വന്തം ഒരാളുടെ ഹെൽപ്പും ഇല്ലാണ്ട് ആന തന്നെ ഫുൾ സ്ട്രഗിൾ എടുത്ത് ആ ചതുപ്പിൽ നിന്ന് തന്നെ കയറി പോന്നു. അപ്പോ ഈ ഒരു സ്റ്റോറിയിൽ നിന്ന് മനസ്സിലാക്കേണ്ട എന്ന് വെച്ചാല് നമ്മൾ വീഴും, നമ്മൾ തളർന്നു വീഴും, നമ്മൾ ചിലപ്പോ തോറ്റ് അടി വരെ എത്തിയിട്ടുണ്ടാവും, നമ്മുടെ എല്ലാ പ്രതീക്ഷയും നശിച്ചു പോയിട്ടുണ്ടാവും. പക്ഷെ ആ തോൽവിക്ക് എത്തുന്നതിന്റെ തൊട്ട് മുൻപ് വരെ നമ്മൾ വിജയിച്ച കാര്യം നമ്മൾ ഓർത്തിരിക്കണം. അതുപോലെ ഒരിക്കലും നമ്മുടെ ഫെയിലിയർ കൊണ്ട് നമ്മൾ ഞാൻ തോറ്റുപോയി എന്ന് ഒരിക്കലും വിചാരിക്കാൻ പാടില്ല. നമുക്ക് കഴിയും. നമ്മൾ ഇപ്പൊ ഞാൻ നിർത്താൻ എനിക്ക് ഇനി വേണ്ട, എന്നെ കൊണ്ട് കഴിയില്ല എന്ന് പറഞ്ഞ് നിർത്താൻ തീരുമാനിക്കുന്നതിന് തൊട്ട് മുൻപെങ്കിലും നമ്മൾ ഇതുവരെ എത്തി, നമ്മൾ എങ്ങനെ ഇതുവരെ എത്തി, നമ്മൾ എത്രത്തോളം സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഇവിടം വരെ എത്തിയത് എന്നുള്ളൊരു ഓർമ്മ നമുക്ക് വന്നാല് വേറെ ഒരു മോട്ടിവേഷണൽ സ്പീക്കറിന്റെ നമുക്ക് ആവശ്യം വരില്ല. നമുക്ക് തന്നെ സ്വന്തമായിട്ട് നമ്മളെ വിജയം കൈവരിക്കാൻ കഴിയും. ഓക്കെ, ഇതാണ് എന്റെ സ്റ്റോറി. And I welcome to our Jisha ma'am and my dear friends to the wonderful class. Good morning all. Thank you. Have a nice day. Thank you so much. Very nice story. Thought provoking, right? നല്ലൊരു സ്റ്റോറിയാണ്. പക്ഷെ നമ്മുടെ പൊട്ടൻഷ്യൽ നമ്മൾ തിരിച്ചറിയുന്ന ഒരു അവസ്ഥ അല്ലെ, ആനയുടെ പൊട്ടൻഷ്യൽ തിരിച്ചറിഞ്ഞു. ഏതൊരു സിറ്റുവേഷനിലാണോ ആന ഇത് എന്താ പറയാ വളർന്നു വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പൾസസ് വന്നപ്പോഴേക്കും പെട്ടെന്ന് തന്നെ ഉള്ളിലെ പൊട്ടൻഷ്യൽ ആനയെ കൊണ്ട് തന്നെ അവിടെ നിന്ന് എണീപ്പിക്കുമായിരുന്നു. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, സോ വാട്ട് നെക്സ്റ്റ്? എനിത്തിങ് എൽസ്? യെസ് പ്ലീസ്. ഓക്കെ, എന്റെ പേര് അശ്വതി. Confidence and hard working is the best medicine to kill the disease called failure. It will make a successful person. APJ Abdul Kalam. Thank you, ma'am. Okay, so fine. So where were we? സൈക്കോളജിയുടെ ഫസ്റ്റ് പാസേജ് നമ്മൾ വായിച്ചു, അതൊന്ന് ഡിഫൈൻ ചെയ്തു, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു. ഓക്കെ, ഫൈൻ. അവിടെ വരെയാണല്ലേ. സോ പിന്നെ മാം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, മറ്റേ ഒരു കുട്ടിയും ഒരു അഡൾട്ടും ക്ലാസ്സിൽ വെള്ളം നിറയ്ക്കുമ്പോ ശ്രദ്ധിക്കുന്ന ആലോചിച്ചിട്ട് വരാമോ? ആണോ? പറഞ്ഞു. യൂണിറ്റ് 6 അല്ലേ സൈക്കോളജി? പാർട്ട് 2 ലെ? അതെ, പാർട്ട് 1 അല്ലേ? പാർട്ട് 2 അല്ലേ? സൈക്കോളജി ആണെങ്കിൽ പാർട്ട് 2 ആണ്. യൂണിറ്റ് 6 സൈക്കോളജിയാണ്. നിങ്ങൾക്ക് ഇപ്പൊ ഏതൊക്കെ യൂണിറ്റ്സ് ആണ് നടക്കുന്നത്? ഇപ്പൊ 3 യൂണിറ്റ്സ് എടുക്കുന്നുണ്ട് മാം, മാറി മാറി. ആണോ? ഏതൊക്കെയാ? പാർട്ട് 1 ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ മാം. പാർട്ട് 2 ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് സൈക്കോളജി. ചൈൽഡ് ഡെവലപ്മെന്റിന്റെ ഇപ്പൊ എടുത്തുകൊണ്ടിരിക്കുക. പാർട്ട് 3 മോണ്ടിസോറിയുടെ അത് ഒരു ചാപ്റ്റർ കുറച്ച് മാത്രം എടുത്തിട്ടുള്ളൂ, ബാക്കി നീ എടുത്തിട്ടില്ല. അതാരാ എടുക്കുന്നത്?
അത് ഷെറിന ആദ്യം മിസ് ഷെറീന മാഡം ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. പാർട്ട് 1 അതായത് യൂണിറ്റ്സ് എത്രണ്ണമായി? ഇപ്പൊ 4ാമത് ചാപ്റ്റർ ഫിഫ്ത്ത് ഇപ്പൊ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഫസ്റ്റ് എയ്ഡിന്റെ. പാർട്ട് 2 എത്ര ചാപ്റ്ററായി? സൈക്കോളജി ഞാനിപ്പോ എടുക്കണു, വേറെ ടീച്ചേഴ്സ് ഏതാ എടുക്കുന്നുണ്ടോ? എടുക്കുന്നുണ്ട്. 1ാമത്തെ ചാപ്റ്റർ എടുത്തു, 2ാമത്തെ ചാപ്റ്റർ എടുത്തില്ല, 3ാമത്തെ ചാപ്റ്റർ ഇപ്പൊ എടുത്തുകൊണ്ടിരിക്കുക. സോ ഞാനിപ്പോ ഒന്ന് ബ്രീഫ് ചെയ്യാം ആ ഒരു പാർട്ട് 2 ഞാൻ നിങ്ങൾക്കൊന്നൊരു ക്ലിയർ പിക്ചർ തന്നിരുന്നു തോന്നുന്നു. ഫസ്റ്റ് പാർട്ടിൽ എന്താണ് വരുന്നത് എന്നുള്ളതും സെക്കൻഡ് പാർട്ട്, തേർഡ് പാർട്ട് 4 എന്താന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നു. ഒരു ചെറിയൊരു ക്ലാരിറ്റി തന്നിരുന്നു. മെന്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തുമാണ് പാർട്ട് 1 വരുന്നത്. പാർട്ട് 2 വരുമ്പോൾ ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റ് ഡിഫറെന്റ് സ്റ്റേജസിലൂടെ പോകുന്നത്. കുട്ടിയുടെ ഡെവലപ്മെന്റ് വന്നു, അതിന്റെ ഒപ്പം സൈക്കോളജി. ഈ സൈക്കോളജിയെ ഒരു അപ്ലൈഡ് സയൻസ് ആയിട്ട് എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സിൽ യൂസ് ചെയ്യുന്നതും ഈ ഒരു പാർട്ട് വരുന്നുണ്ട്. പിന്നെ കുട്ടികൾ മാത്രമല്ല, ഹ്യൂമണിലെ ഓരോ വ്യത്യാസങ്ങൾ, ഓരോരുത്തരും യുണീക്ക് ആണെന്ന് നമുക്കറിയാം. ഒരാളെ പോലെ അല്ല മറ്റേയാള്. യുണീക്ക് എന്തെങ്കിലും ഒരു ക്യാരക്ടറിസ്റ്റിക്സ് പ്രത്യേകം ഉണ്ടാവും, അതും നമ്മൾ ഇതിനകത്ത് കാണുന്നുണ്ട്. ഇറ്റ്സ് എ പാർട്ട് ഓഫ് സൈക്കോളജി. പിന്നെ സൈക്കോളജിയുടെ വേറൊരു പാർട്ട് വരുന്നതാണ് ഡിഫൻസ് മെക്കാനിസം. നമ്മള് ഇങ്ങനെ എന്താ പറയാ, നമ്മളുടെ ബോഡിയിൽ തന്നെ അസുഖങ്ങൾ വരുമ്പോൾ ഡിഫൻസ് മെക്കാനിസം ഉണ്ടല്ലോ, അതുപോലെ തന്നെ മെന്റലി നമ്മൾ ചില ഡിഫൻസ് മെക്കാനിസം കാണിക്കും. ഒരാള് അടിക്കാനായിട്ട് കൈ ഒങ്ങുമ്പോൾ നമ്മളൊന്ന് മാറ്റിക്കൊടുക്കില്ലേ, അതൊരു തരം ഡിഫൻസ് മെക്കാനിസം ആണ്. അതുപോലെ തന്നെ നമ്മൾക്ക് എന്തെങ്കിലും ഒരു ടെൻഷൻ വരുമ്പോൾ ആ ടെൻഷൻ മറക്കാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യും. ദാറ്റ്സ് ഓൾസോ ഡിഫൻസ് മെക്കാനിസം. സർട്ടൻ എക്സ്റ്റെന്റ് വരെ ഡിഫൻസ് മെക്കാനിസം ഇസ് വെരി ഗുഡ്. ബട്ട് ഡിഫൻസ് മെക്കാനിസം ആ ഒരു ഇത് ലിമിറ്റ് ഒക്കെ കഴിഞ്ഞ് കൂടുതലാകുമ്പോഴാണ് അത് പ്രശ്നങ്ങളാകുന്നത്. ക്ലിനിക്കൽ സപ്പോർട്ടൊക്കെ വേണ്ടി വരുന്ന ഒരു കേസസ് വരുന്നത്. ഓക്കെ, വട്ടവർ ഇട്ട് അതിലേക്കൊക്കെ വരും. അപ്പൊ നമ്മളിപ്പോ സൈക്കോളജി നമ്മൾ പറയുകയായിരുന്നു അല്ലെ. സൈക്കോളജി നിങ്ങളോട് ഞാൻ പറഞ്ഞെന്തായിരുന്നു, ഒരു അഡൾട്ടും ഒരു ചൈൽഡും തമ്മിൽ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ അവർ തമ്മിൽ കാണിക്കുന്ന ഒരു ഡിഫറൻസ് എന്താണെന്ന് നോക്കാനായിട്ട് പറയുന്നു. അത് ഏത് കോണ്ടെസ്റ്റിലാണ് ഞാൻ പറഞ്ഞത്? എന്ത് പറഞ്ഞപ്പോഴായിരുന്നു പറഞ്ഞത്? ചൈൽഡ് സൈക്കോളജി പറഞ്ഞപ്പോഴല്ലേ മാം പറഞ്ഞേ? ചൈൽഡ് സൈക്കോളജിയെ പറ്റി പറഞ്ഞപ്പോ അഡൽട്ടും ചിൽഡ്രൻസും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് ഒരു സിറ്റുവേഷൻ നമ്മൾ പറഞ്ഞല്ലേ, ഒരു ജഗ്ഗില് വെള്ളം വാട്ടർ ഫില്ല് ചെയ്യുമ്പോൾ ഒരു അഡൾട്ടാണ് ഫില്ല് ചെയ്യുമെങ്കിൽ വാട്ട് ഇസ് ദിസ് വേ ഓഫ് തിങ്കിങ്, അല്ലെങ്കിൽ ആളുടെ മനസ്സിൽ എന്തൊക്കെ വരും. കുട്ടിയാണെങ്കിൽ എന്തൊക്കെയാണ്, എന്താ നിങ്ങൾ ആലോചിച്ചോ? നമുക്ക് വേണമെങ്കിൽ വീട്ടിലുള്ള ആരെ കൊണ്ടെങ്കിലും ഒന്ന് ചെയ്ത് നോക്കായിരുന്നു. ഒരു കുട്ടിയെ കൊണ്ട് ഒരു വലിയ ആളെ കുട്ടി ചെയ്യുമ്പോ കുട്ടി അത് പോകുമോ എന്നൊന്നും ചിന്തിക്കാറില്ലായിരിക്കും. അതെ, അഡൽട്ട് ആകുമ്പോ അത് എങ്ങനെ വരും, പോകുമോ എന്നൊക്കെ വെച്ച് വളരെ ശ്രദ്ധിച്ച് ഇങ്ങനെ ചെയ്യും. കുട്ടിയാകുമ്പോ അതിനെപ്പറ്റി ഒന്നും ചിന്തയില്ലാതെ അങ്ങ് ചെയ്യും. അറിയില്ല. അത് തന്നെ മാം, അറിയില്ല അവർക്ക് എന്താണ് ഇങ്ങനെ ചെയ്താൽ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള ഒരു ധാരണ അവർക്കില്ല ഉള്ളില്. അങ്ങനെ ഒരു ചിന്താശേഷി ഇല്ല. പക്ഷെ അഡൽട്ട് ആവുമ്പോ അത് ചിന്തിക്കും. അങ്ങനെ ഞാനത് പ്രയോഗിക്കുമ്പോ കുട്ടിക്ക് കൂടുതൽ ബോധലക്ഷണം ഇല്ല. അതെ, കുട്ടിക്ക് അതേക്കുറിച്ച് കുറച്ച് അത് ആ മൈൻഡിൽ ഇല്ല. അതിൽ ചെയ്യുന്നത് ശരിയാണോ, അല്ലെങ്കിൽ അത് ചെയ്തു കഴിഞ്ഞാൽ എന്തെങ്കിലും തെറ്റായിട്ട് വരുമോ, കറക്റ്റ് ആയിട്ട് അതൊന്നും പുള്ളി ചിന്തിക്കത്തില്ല. കുറച്ച് സമയം എടുത്താണെങ്കിലും പുള്ളി അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യാൻ ശ്രമിക്കുകയല്ലേ ചെയ്യുന്നത്. നമ്മൾ ആദ്യമായിട്ട് കുഞ്ഞിന് അങ്ങനെ ഒരു ജോലി കൊടുക്കുക, വെള്ളം ജഗ്ഗിലേക്ക് ഫില്ല് ചെയ്യാനായിട്ട്. സോ അവന് എന്തായിരിക്കും ഫീല്? ഹാപ്പി ചെയ്യും. യെസ്, അവർ ആ പ്രോസസ് എൻജോയ് ചെയ്യൂല. അവർക്ക് എന്തൊരു പ്രിവിലേജ്, എനിക്ക് ഈ ജോലി എന്നെ ഇത് ചെയ്യാൻ സമ്മതിച്ചല്ലോ, ഭയങ്കര ഹാപ്പി ആയിരിക്കും. അതേസമയം അഡൾട്ടിനും അതൊരു ജോലിയാണ്. എത്രയും പെട്ടെന്ന് അതിന്റെ എൻഡ് റിസൾട്ട് എത്രയും പെട്ടെന്ന് അതിന്റെ ഒരു എൻഡ് റിസൾട്ട് കിട്ടുക, അത്രയേ ഉള്ളൂ. ആ വെള്ളം എങ്ങനെയെങ്കിലും നിറയ്ക്കുക. പക്ഷെ കുട്ടി ആ പ്രോസസ് എൻജോയ് ചെയ്യും അല്ലേ? അവർക്ക് എന്റെ മോന്റെ സ്കൂളിൽ ഈ ആക്ടിവിറ്റി ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ വീഡിയോ അയച്ചു തരാറുണ്ട്. അവരെ കോൺസെൻട്രേഷൻ ലെവൽ കൂട്ടാൻ വേണ്ടിയിട്ടാണ്.
അവർ അതിൽ തന്നെ ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഒരു ആക്ടിവിറ്റി ചെയ്യുക. അതേപോലെ ഓരോ എന്താണ് നൂലില് ഓരോ പിസ്ത പോലത്തെ ഷെല്ലുകള്, പിസ്തല്ല പാസ്തയുടെ കളർ ചെയ്തിട്ട് ആ ഷെല്ലുകൾ ഇങ്ങനെ നിറയ്ക്കുക. അങ്ങനെ ഒരുപാട് ഈ മോണ്ടിസറി മെത്തേഡ് യൂസ് ചെയ്യുന്ന സ്കൂളാണ്. അപ്പൊ ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് ചെയ്യും. അതേപോലെ നമ്മള് ഈ ഇഞ്ചി ഇതൊക്കെ ഇടിക്കല്ലില്ലേ, ഇടിക്കുന്ന കല്ല്, ആ കല്ലില് ഓരോ ഇത് കൊടുത്തിട്ട് പൊടിപ്പിക്കുക. അങ്ങനത്തെ ഒക്കെ ഓരോ ആക്ടിവിറ്റി ചെയ്തിട്ട് അവരതിന്റെ വീഡിയോ ഇട്ട് തരാറുണ്ട്. പിന്നെ ഒരു ലൈൻ ചെയ്തിട്ട് ആ ലൈനിൽ കൂടെ നടക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടും വീഴാതെ, അങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്യിപ്പിച്ച് വീഡിയോ ഇടാറുണ്ട്. ശരി. പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ നമുക്ക് മോണ്ടിസോറി എൻവയോൺമെന്റിനെ 5 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. ഫസ്റ്റ് വൺ ഈ പറഞ്ഞ ആക്ടിവിറ്റീസ് എല്ലാം വരുന്ന പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ. വെച്ചാ നമ്മളുടെ വീട്ടിലെ നമ്മളുടെ പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ എവിടെയാണ്? കിച്ചൺ. നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ ഈ പ്രാക്ടിക്കൽസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കിച്ചണിൽ അവരെ കൊണ്ടുവരാം. ഓരോ ഏജിനും ഏതൊക്കെ കൊടുക്കണം അതൊക്കെ നമുക്ക് വരുന്നുണ്ട്. അത് നമ്മുടെ പ്രാക്ടിക്കൽ സെഷൻ തുടങ്ങുമ്പോഴാണ്. പിന്നെ വരുന്നത് സെൻസോറിയൽ ഏരിയ ആണ്. മോണ്ടിസോറി എൻവയോൺമെന്റിലെ രണ്ടാമത്തെ ഏരിയ എന്ന് പറയുന്നത് സെൻസോറിയൽ ഏരിയ ആണ്. സെൻസോറിയൽ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 5 സെൻസസ് യൂസ് ചെയ്തിട്ടുള്ള ലേണിംഗ് പ്രോസസ്. ഏതൊക്കെയാ 5 സെൻസസ്? ഇയർ, ഐസ്, സ്കിൻ, നോസ്, ടങ്, ഇയർ, സ്കിൻ. ഇത് നമ്മളിപ്പോ പറഞ്ഞത് നമ്മുടെ സെൻസോറിയൽ ഓർഗൻസ് ആണ് അല്ലെ. അതായത് സെൻസ് വരുന്ന കണ്ണ്, ഓഡിറ്ററി സെൻസ് വരുന്ന ഇയർ, പിന്നെന്താ പറഞ്ഞേ, നോസ് അല്ലേ പറഞ്ഞേ. നോസ് എന്ന് പറയുമ്പോൾ നമ്മൾ സ്മെല്ലിങ് അല്ലെ, ഒൾഫാക്ടറി സെൻസ് വരുന്ന നോസ്. പിന്നെ ടങ്ക് നമ്മൾ പറഞ്ഞു ടേസ്റ്റ്, ഗസ്റ്റേറ്ററി സെൻസ്. ദെൻ സ്കിൻ പറഞ്ഞു നമുക്ക് ഫീൽ ചെയ്യുന്നത്, കിനസ്തെറ്റിക് സെൻസ്. ആ ഫീലിംഗ് തന്നെ പല ഫീലിങ്സ് ഉണ്ട്. ചൂട്, തണുപ്പ്, ടെമ്പറേച്ചർ വേരിയേഷൻ ഫീൽ ചെയ്യുന്നത്, വെയിറ്റ് ഫീൽ ചെയ്യുന്നത് ബാരിക് സെൻസ്, ടെമ്പറേച്ചർ ഫീൽ ചെയ്യുന്നത് തെർമിക് സെൻസ്. അപ്പൊ കിനസ്തെറ്റിക് സെൻസ് തന്നെ നമ്മളെ അതിനെ വീണ്ടും വീണ്ടും ഡിവൈഡ് ചെയ്തേക്കാം. വെയിറ്റ് ഫീൽ ചെയ്യുമ്പോൾ ബാരിക് സെൻസ് ആകുന്നു, ടെമ്പറേച്ചർ ഫീൽ ചെയ്യുമ്പോഴേക്കും തെർമിക് സെൻസ് ആകുന്നു, ടാക്ടൈൽ സെൻസ്, ആ ഒരു ടച്ച് നമുക്ക് ചില റഫ്, സ്മൂത്ത് അങ്ങനെയുള്ള പല ടെക്സ്ചർ നമുക്ക് ടച്ച് ചെയ്യുമ്പോൾ മനസ്സിലാവില്ലേ, ദാറ്റ് ഇസ് ടാക്ടൈൽ സെൻസ്. അങ്ങനെ ആ ഒരു കിനസ്തെറ്റിക് സെൻസിനെ പല രീതിയിൽ ഡിവൈഡ് ചെയ്യാം. നമ്മൾക്ക് ആ ഫീലിങ്സിന്റെ അനുസരിച്ച് പല രീതിയിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾക്ക് 5 സെൻസറി ഓർഗൻസ് ആണുള്ളത്. ഈ 5 സെൻസസിനെ യൂസ് ചെയ്തിട്ട് നമ്മുടെ ലേണിംഗ് പ്രോസസ് പോകുന്ന സെൻസോറിയൽ ഏരിയ മോണ്ടിസോറി മെത്തേഡിലുണ്ട്. പിന്നെ അതുപോലെ നെക്സ്റ്റ് വരുന്നത് മാത്തമാറ്റിക്കൽ ഏരിയ. നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ മാത്തമാറ്റിക്സിൽ 4 അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് നമ്മൾ പഠിക്കുന്നുണ്ട്. അതിന് മുമ്പ് നമ്മൾ കൗണ്ടിങ് പഠിക്കുന്നുണ്ട്, നമ്പർ ഫെമിലറൈസ് ചെയ്യുന്നുണ്ട്, പിന്നെ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, അങ്ങനെയുള്ള അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് വരുന്നുണ്ട്. അത് മാത്തമാറ്റിക്കൽ ഏരിയ. ഏറ്റവും ലാസ്റ്റ് വരുന്നത് സയൻസ് ഏരിയ, ലാംഗ്വേജ് ഏരിയ കേട്ടോ. ഇതിനിടയ്ക്ക് ലാംഗ്വേജ് ഏരിയ, റീഡിങ് റൈറ്റിങ്ങിന് മുമ്പുള്ള ചില കാര്യങ്ങൾ ചെയ്യണം. നമ്മൾ റൈറ്റിങ്ങിന് നമുക്ക് എന്താ, നമ്മളുടെ ഈ ഫിംഗർ ശരിക്കും നമ്മൾ പെൻ പിടിക്കാനായിട്ട് നമുക്ക് പറ്റണം അല്ലെ. കുട്ടികൾക്ക് കുഞ്ഞു ഫിംഗേഴ്സ് ആണ്. അവരുടെ മോട്ടോ സ്കിൽസ്, ഫൈൻ മോട്ടോ സ്കിൽസ്, അതായത് ഹോൾഡിങ് കപ്പാസിറ്റിയെ ഇംപ്രൂവ് ചെയ്യുന്ന സ്കില്ലാണ് ഫൈൻ മോട്ടോ സ്കിൽ. കുഞ്ഞു കുട്ടികള് എന്തെങ്കിലും സാധനം എടുത്തു കഴിഞ്ഞാൽ അപ്പൊ തന്നെ അവരുടെ കയ്യിൽ നിന്ന് താഴെ പോകും അല്ലെ. കാരണം അവരുടെ ഫൈൻ മോട്ടോ സ്കിൽ ഡെവലപ്പ് ആയിട്ടില്ല. ആ ഫൈൻ മോട്ടോ സ്കിൽ ഡെവലപ്പ് ആകുന്ന ഏജിലാണ് അവർക്ക് പെൻസിൽ ഹോൾഡ് ചെയ്ത് എഴുതാൻ പറ്റുന്നത് അല്ലെ. അവർക്ക് ഗ്രോസ് മോട്ടോ സ്കിൽ തുടങ്ങും ചെറുപ്പത്തിലെ. ഗ്രോസ് മോട്ടോ സ്കിൽ എന്താ, എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അതിന് എടുക്കാൻ പറ്റുന്നത്, എടുത്തിട്ട് അല്പസമയം ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന സ്കിൽ ആവണമെങ്കിൽ കുറച്ചുകൂടെ അവരാവണം. അതിന് ഇവരുടെ ഈ ഫിംഗേഴ്സ് റെഡി ആവണം. അപ്പൊ അവരുടെ ഫൈൻ മോട്ടോ സ്കിൽ ഇംപ്രൂവ് ചെയ്യുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് ലാംഗ്വേജ് ഏരിയയിൽ കൊടുക്കും. പിന്നെ എന്താന്ന് വെച്ചാൽ ഏതൊരു ഏരിയയിലും ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ ബൈ പ്രോഡക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ബോണസ് ആയിട്ട് അവർക്ക് കിട്ടുന്നത് ലാംഗ്വേജ് ആണ്. ശരിയാണോ? വാട്ടർ പോർ ചെയ്യാനായിട്ട് പറയുന്നു പ്രാക്ടിക്കൽ ഏരിയയില്. അപ്പം അമ്മയാണ് ചെയ്യിക്കുന്നതെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ടീച്ചറാണ്, ഇപ്പൊ ആ ഒരു സ്കൂളില് അവരുടെ ഫെസിലിറ്റേറ്റർ ആണെന്ന് വിചാരിക്കുക. അപ്പൊ എന്താ ടീച്ചർ, ഈ ഫെസിലിറ്റേറ്റർ അല്ലെങ്കിൽ അമ്മ, കെയർ ഗീവർ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. കുട്ടി ആ സ്റ്റേറ്റ്മെന്റ് കേട്ടുകൊണ്ടിരിക്കുക. സോ ഹി വിൽ ട്രൈ ടു റിപ്പീറ്റ് ദാറ്റ് സ്റ്റേറ്റ്മെന്റ്.
ഡു ലൈക്ക് ദിസ്, ടേക്ക് ദ ജഗ്, ടേക്ക് ദ കണ്ടെയ്നർ, ടേക്ക് ദ വാട്ടർ എന്നൊക്കെ പറയുമ്പോൾ അവന്റെ ഉള്ളിലേക്ക് ഈ സെന്റൻസുകളൊക്കെ ഇങ്ങനെ കയറുക. സോ അവനിൽ ബൈ പ്രോഡക്റ്റ് ആയിട്ട് ഏത് ആക്ടിവിറ്റി ചെയ്യുമ്പോഴും ബോണസ് പോലെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് വരുന്നതാണ് ലാംഗ്വേജ് ഫോർമേഷൻ. കൊച്ചു കുട്ടികളോട് നമ്മൾ സംസാരിച്ച് അവർക്ക് മനസ്സിലായില്ലെങ്കിൽ നമ്മൾ ഇരുന്ന് സംസാരിക്കാൻ നമ്മളോട് എപ്പോഴും വീട്ടിലുള്ളവരൊക്കെ ചെയ്യുന്ന കാണില്ലേ, എന്തവരോട് പറയുമ്പോഴും കുറേ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അവരിതിങ്ങനെ കേൾക്കും, നമ്മുടെ ലിപ് മൂവ്മെന്റ്സ് അവരിങ്ങനെ ശ്രദ്ധിക്കും. അവരെന്തൊക്കെയോ ഇങ്ങനെ പറയാനായിട്ട് ശ്രമിക്കുന്ന നമുക്ക് കാണും. കുറച്ച് കഴിയുമ്പോൾ അവര് ചെറിയ ചെറിയ വേർഡ്സ് പറയും. കുറച്ച് കഴിയുമ്പോൾ അത് 2 വേർഡ്സ് ചേർന്ന് സ്ട്രക്ചർ സെന്റൻസ് ആയില്ലെങ്കിൽ പോലും മീനിങ് ഫുൾ ആയിട്ട് അത് തന്നെ പറയാൻ ശ്രമിക്കും. യെസ്, ജസ്റ്റ് ഇനി എല്ലാം ഒബ്സർവ് ചെയ്യുക. നമ്മളുടെ മുന്നിലൂടെ ഇതുപോലെ കുട്ടികൾ വളർന്നു പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാക്കും വീട്ടിൽ, നമ്മൾ ഒബ്സർവ് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പൊ ഇങ്ങനെ 5 ഏരിയ ആണ് നമുക്ക് മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റിൽ വരുന്നത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലും ഈ 5 ഏരിയ വരുന്നുണ്ട് എവിടെയെങ്കിലൊക്കെ ആയിട്ട്, അല്ലെ? അപ്പൊ സയൻസ് ഏരിയയിൽ വരുന്നത് കൂടുതലും ഈ ജോഗ്രഫിക്കൽ ഏരിയ ഉണ്ട്, സയൻസ് ഏരിയ തന്നെയാണ് അത് വരുന്നത്. ഗ്ലോബ്, അറ്റ്ലസ്, മാപ്പ്, അങ്ങനെയുള്ളത് വരും. സോളാർ സിസ്റ്റത്തിന്റെ പിക്ചർ അല്ലെങ്കിൽ അതിന്റെ മോഡൽസ് അങ്ങനെയുള്ളതൊക്കെയാണ് സയൻസ് ഏരിയയിൽ കൂടുതൽ. പിന്നെ ഗാർഡൻ ഉണ്ടാകും, പിന്നെ പെറ്റ്സ് ഉണ്ടാകും. അങ്ങനെ കുട്ടികൾക്ക് സുവോളജി, ബോട്ടണി എന്നൊക്കെ എല്ലാ രീതിയിലും സയൻസ് ഏരിയനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ പറ്റിയാൽ ഒരു മോണ്ടിസോറി സ്കൂൾ വിസിറ്റ് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രീ സ്കൂൾ അടുത്തുള്ളത് വിസിറ്റ് ചെയ്യാം. അപ്പൊ നമ്മൾ പാർട്ട് 3 കുറെ വരുന്നത് ഈ മോണ്ടിസോറി എൻവയോൺമെന്റിനെ കുറിച്ചാണ്. പാർട്ട് 3 വരുന്നത്. പാർട്ട് 4 ആകുമ്പോൾ ഒരു സ്കൂൾ എങ്ങനെയാണ്, അവിടുത്തെ മാനേജ്മെന്റ് എങ്ങനെയാണ്, അതിന്റെ ഒരു ഇലാബറേറ്റഡ് വേർഷൻ ആണ് നമ്മൾ PGയിൽ പഠിക്കുന്നത്. അപ്പൊ ഒരു സ്കൂള് അവിടെ രജിസ്റ്റർ ചെയ്യുന്നത് എങ്ങനെയാണ്, സ്കൂളിന്റെ ബിൽഡിംഗ് എങ്ങനെയാണ്, അതൊക്കെയാണ് പാർട്ട് 4 വരുന്നത്. ഓക്കെ, ഫൈൻ. മോഡ്യൂൾ 3 വരുമ്പോഴാണ് നമ്മൾ പ്രാക്ടിക്കൽ ഏരിയയിലേക്ക് പോകുന്നത്. അപ്പോ നമ്മളിപ്പോ സൈക്കോളജി പാർട്ടാ പറയുന്നത്. അതിനകത്ത് നമ്മളിങ്ങനെ കുട്ടികളുടെ അഡൾട്ടിന്റെ ഒരു വ്യത്യാസങ്ങൾ, അവരുടെ ഇൻഡിവിജ്വൽ ഡിഫറൻസ്, അഡൾട്ടിനെ ഒരു ജോലി ഏൽപ്പിച്ചാൽ അവർ അതിന്റെ എൻഡ് റിസൾട്ടിനെ എങ്ങനെയെങ്കിലും ആ എൻഡ് റിസൾട്ടിൽ എത്തുക, അതായിരിക്കും അവരുടെ. അവരത് ഭയങ്കരമായി എൻജോയ് ചെയ്യാൻ ചാൻസ് വളരെ കുറവ്. കുട്ടികൾ എന്ന് പറഞ്ഞാൽ അവരെ ഏൽപ്പിക്കുമ്പോൾ തന്നെ അവർക്ക് സന്തോഷം, എന്തോ ഒരു പ്രിവിലേജ് കിട്ടിയ പോലെ, എന്തോ ഒരാളായി. സോ അവർ ആ പ്രോസസ് എൻജോയ് ചെയ്യുന്നു. അവരത് അച്ചീവ് ചെയ്ത് കഴിയുമ്പോഴേക്കും, അക്കംപ്ലിഷ് ചെയ്ത് കഴിയുമ്പോൾ അവർ ഭയങ്കര സന്തോഷം. ചിലർ കൈ കൊട്ടുന്നൊക്കെ കാണും, ചില കുട്ടികൾ കഴിഞ്ഞു കഴിയുമ്പോഴേക്കും, ആ ഒരു ആക്ടിവിറ്റി കഴിയുമ്പോഴേക്കും. ഇനി വാട്ടർ പോറിംഗ് ആ പറഞ്ഞത്. അപ്പൊ വാട്ടർ സ്പില്ല് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ടല്ലേ. അങ്ങനെ സ്പില്ല് ചെയ്യാൻ ഉള്ള ചാൻസസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്പില്ല് ചെയ്താൽ നമുക്ക് ആ കുട്ടിയെ നമുക്ക് എങ്ങനെ സപ്പോർട്ട് ചെയ്യാം? പ്രശ്നമില്ല, കുഴപ്പമില്ല പറഞ്ഞിട്ട്. എന്തോ അത് അടുത്ത ടൈം അത് ശരിയാക്കിയാൽ മതി, മെല്ലനെ ശ്രദ്ധിച്ചിട്ട് ആക്കിയാൽ മതി. നമുക്ക് അവരോട് പറഞ്ഞു കൊടുത്താൽ പോരെ, അത് കുഴപ്പമില്ല, നെക്സ്റ്റ് ടൈം ബെറ്റർ ആക്കാന്നുള്ളത്. കുട്ടീനെ കൊടുക്കാം, ഇതുപോലെ ചെയ്യണം എന്നവരെ കാണിച്ചു കൊടുക്കാം, ഒരു മോഡലായിട്ട് കാണിച്ചു കൊടുക്കാം. അപ്പൊ ചെറിയ ഇൻസ്ട്രക്ഷൻ കൊടുക്കുമ്പോൾ അവരതുപോലെ പാലിച്ച് ചെയ്യാൻ ശ്രമിക്കും. യു ക്യാൻ പ്രൊവൈഡ് എ ഫണൽ. ഭയങ്കര കോൺഫിഡന്റ് ആവും അല്ലെ. ഒരു ഫണൽ പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പൊ ഫണല് വെച്ചിട്ട് വെള്ളം ഒഴിക്കുമ്പോൾ അവര് ഹാപ്പി ആയി, ഒട്ടും പുറത്തേക്ക് സ്പില്ല് ചെയ്ത് പോകുന്നില്ല. നമുക്ക് ഫസ്റ്റ് കൊടുക്കാതിരിക്കാം, സ്പില്ല് ചെയ്ത് പോകുന്നു. സോ നമുക്ക് ഇത് കാണിച്ചു കൊടുക്കാം. നമ്മൾ ഓരോന്നും ഓരോ ഷോ ചെയ്യും, കാണിച്ചു കൊടുക്കാൻ ഡെമോ പോലെ. സോ അവർക്ക് ഭയങ്കര ഹാപ്പി. പിന്നെ വെള്ളം ഫില്ല് ചെയ്യാൻ പറയുമ്പോൾ അവര് തന്നെ ആ ഫണൽ എടുത്തോണ്ട് വന്ന് ചെയ്യും. പിന്നെ നമുക്ക് ഈ വാട്ടർ സ്പില്ല് ചെയ്യുന്ന സമയത്ത് കിച്ചണില് നമുക്ക് നാപ്കിൻസ് യൂസ് ചെയ്യാം. ഒന്നില്ലെങ്കിൽ നാപ്കിൻ വെച്ചിട്ട് അതിന്റെ മുകളിൽ വെക്കാം, അല്ലെങ്കിൽ ഒരു പരന്ന പാത്രം വെച്ചിട്ട് അതിന്റെ മുകളിൽ ജഗ് വെച്ച് വെള്ളം pour ചെയ്യാം. അപ്പൊ ഈ പാത്രത്തിലേക്ക് വീഴാം, അല്ലെങ്കിൽ നാപ്കിനിൽ വീണ് അവിടെ മോപ്പ് ചെയ്യാനുള്ള നാപ്കിൻ നമുക്ക് വെക്കാം. അതല്ല, അപ്പൊ മോപ്പിംഗ് എല്ലാം അവര് പഠിക്കും. ഇനി പൾസസ് ഒക്കെ നമ്മൾ കണ്ടെയ്നറിലേക്ക് ഇടില്ലേ, കടല, പയറ് അങ്ങനെയുള്ള, അതൊക്കെ ചെയ്യിക്കുമ്പോ ഈ പറയുന്ന പയറോ കടലയോ 1 2 ഒക്കെ പെട്ടെന്ന് ആ വീഴുന്ന ഇതിലിങ്ങനെ തെറിച്ച് പുറത്തേക്ക് വീഴാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ. ഓക്കെ, എല്ലാം എടുക്കാൻ പറയുന്നത് ഭയങ്കര സന്തോഷം. യെസ്, അവർക്കൊരു പ്രിവിലേജ്. അപ്പൊ നമ്മൾ അവരെ അങ്ങ് നമ്മളുടെ പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയായ കിച്ചണിലെ പല കാര്യങ്ങളിലും അവരുടെ ഏജിനനുസരിച്ച്, ചിലപ്പോ പാത്രങ്ങൾ കഴുകുന്ന ഒരു ഏജ് ആയില്ലെങ്കിൽ നമ്മൾ പാത്രം കഴുകി കഴിഞ്ഞാൽ അത് കൊണ്ടുപോയി ഷെൽഫിൽ എവിടെയാ വെക്കേണ്ടതെന്ന് അവരെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് അവരത് ചെയ്യും. കടല, പയറ് അങ്ങനെയുള്ള പൾസസ് നമ്മളൊരു കണ്ടെയ്നറിലേക്ക് നമുക്ക് സ്റ്റോർ ചെയ്യണമെങ്കിൽ അത് ചെയ്യിക്കാം. അപ്പൊ ചെയ്യിക്കുമ്പോ താഴെ ഒരു
പരന്ന പാത്രം അല്ലെങ്കിൽ ട്രേ വെച്ചിട്ട് അതിന്റെ മുകളിൽ കണ്ടെയ്നർ വെച്ച് ചെയ്യുമ്പോൾ ട്രേയിലേക്ക് വീഴും. ട്രേയിലേക്ക് വീണ് കഴിഞ്ഞാൽ അത് എടുത്ത് നമുക്ക് കണ്ടെയ്നറിന്റെ ഉള്ളിലേക്ക് വെക്കാം. താഴെ പോണം നമ്മൾ കളയും. അത് ആദ്യം തന്നെ ശീലിപ്പിക്കണം. താഴെ പോണമൊന്നും എടുക്കരുത് എന്നുള്ളത് ആദ്യം നമ്മൾ ശീലിപ്പിച്ചിട്ടുണ്ട്. ട്രേ വെച്ചിട്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ട്രേ വെച്ച് കണ്ടെയ്നർ അതിന്റെ മുകളിൽ വെക്കും. ഇതൊക്കെ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ഏരിയയിൽ വരുന്ന കേട്ടോ, കുട്ടികളെ കൊണ്ട് ചെയ്യിക്കാവുന്ന ആക്ടിവിറ്റി. അപ്പൊ ഇത് അഡൾട്ടും ഒരു കുഞ്ഞും ചെയ്യുമ്പോൾ ഉള്ള ഡിഫറൻസ്. അഡൾട്ട് എൻഡ് റിസൾട്ടേ നോക്കുള്ളൂ. കുട്ടി ആ പ്രോസസ്സ് വരെ എന്നോട് പറയുന്ന ടൈം തുടങ്ങി ആ പ്രോസസ് അതിന്റെ കഴിയുന്നത് വരെയും എൻജോയ് ചെയ്യും. പിന്നെ ഈ ആക്ടിവിറ്റി റിപ്പീറ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടും കുട്ടികൾ. അഡൾട്ടോ യു ഡോണ്ട് ലൈക്ക് ടു റിപ്പീറ്റ് ദ ആക്ടിവിറ്റി, സംഭവം ഐ ഹാവ് ടു ഡു ദിസ്, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നു, ആ ഒരു രീതിയിൽ അവരെ ചെയ്ത് തീർക്കലേ ഉള്ളൂ. കുട്ടി ഇഷ്ടപ്പെടുന്നു ഡൂയിങ് ദിസ് ആക്ടിവിറ്റി റിപ്പീറ്റഡ്ലി. ഓക്കെ, അപ്പൊ നമ്മളുടെ സൈക്കോളജി പാർട്ടിലേക്ക് പോവാം. ഓക്കെ, നമ്മൾ കുറെ കാര്യങ്ങൾ പറഞ്ഞു. എഡ്യൂക്കേഷൻ സെറ്റിംഗ്സിൽ സൈക്കോളജിയുടെ ആവശ്യം നമ്മൾ പറഞ്ഞിരുന്നോ? പറഞ്ഞോ? എന്തിനാ എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സിൽ സൈക്കോളജി? പണ്ട് കാലത്ത് ഒരു സ്റ്റിഗ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ മാനസിക രോഗം. ബട്ട് എഡ്യൂക്കേഷണൽ സെറ്റിംഗിൽ സൈക്കോളജി വന്നപ്പോൾ ഇത് ഭയങ്കരമായിട്ട് എല്ലാവരും പ്രൊമോട്ട് ചെയ്തു, അതിനെ ആക്സെപ്റ്റ് ചെയ്തു, വെൽക്കം ചെയ്തു. വൈ ഇറ്റ് ഇസ് നീഡഡ് ഇൻ എഡ്യൂക്കേഷണൽ സെറ്റിംഗ്? കുട്ടികൾ മുഖം കുറച്ച് ഒരു ഫീലിംഗ് ആയാലും പെട്ടെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു ഇതുണ്ടാവും. നമ്മുടെ മുന്നിൽ വരുന്ന കുഞ്ഞുങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിന് നമ്മള് സൈക്കോളജി അറിഞ്ഞിരിക്കണം. കുട്ടികൾ കൂടുതൽ ടൈം സ്കൂളിലാണ്. യെസ്, നമ്മൾ മനസ്സിലാക്കും അവരുടെ പല കാര്യങ്ങളും, അല്ലെ? അവര് ചെയ്യുന്ന ഓരോ അവരുടെ ബിഹേവിയറിലൂടെ ഒക്കെ നമുക്ക് അറിയാൻ പറ്റും അവരുടെ ഇമോഷൻസോ അല്ലെങ്കിൽ ഡെവലപ്മെന്റ്സ് ഒക്കെ എന്തൊക്കെയാണെന്ന് പെട്ടെന്ന് നമുക്കത് ക്യാച്ച് ചെയ്യാം. പാരന്റ്സിനേക്കാൾ കൂടുതൽ ആസ് എ ടീച്ചർ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. കൂടുതൽ സമയം സ്കൂളിൽ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്കായിരിക്കും കൂടുതൽ അവരോട് കുറച്ചുകൂടി കോപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നത്. കഴിഞ്ഞ ദിവസം വന്നൊരു കേസാണ്. പലപ്പോഴും കുട്ടികൾ എന്തെങ്കിലും ഒരു ആക്ഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റെസ്പോൺസ് അവരുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ വരുമ്പോൾ അത് എന്തോ അവർക്ക് കിട്ടിയതിന്റെ ഭാഗമായിട്ടായിരിക്കും അവർ കാണിക്കുന്നത്. ഒരു കുട്ടി കൂടെ ഉണ്ടായിരുന്ന ഒരു കുട്ടിയുടെ പ്രൈവറ്റ് പാർട്ടിൽ തൊട്ടു. കുട്ടി ഒരു കളി പോലെയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ കുട്ടി അത് ടീച്ചറോട് പറഞ്ഞു. ടീച്ചർ പെട്ടെന്ന് ചിന്തിച്ചത് എന്താണെന്നറിയോ? അവർക്കത് പെട്ടെന്ന് മനസ്സിലാകാനുള്ളതുണ്ടായി. സൗണ്ട് കുറവാണോ? ക്ലിയർ ആണ്. നഫില ഒരു മെസ്സേജ് പറഞ്ഞു സൗണ്ട് കുറവാണ്. കോൾ എന്തെങ്കിലും വന്ന് കാണും ചിലപ്പോ, അപ്പൊ പെട്ടെന്ന് സൗണ്ട് കുറയും നമ്മുടെ ഫോണില്. ഓക്കെ, ജസ്റ്റ് ചെക്ക്. ഈ കുട്ടി അങ്ങനെ ചെയ്തപ്പോഴേക്കും പെട്ടെന്ന് ടീച്ചർ മനസ്സിൽ ചിന്തിച്ചെന്ന് അറിയോ, ഈ കുട്ടിക്ക് അതുപോലൊരു അനുഭവം ആരിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത് അപ്ലൈ ചെയ്തതാ വേറൊരു കുട്ടിയിലേക്ക്. അങ്ങനെ അതിനെ ഇരുത്തി സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഷീസ് ഫിസിക്കലി അബ്യൂസ്ഡ് ബൈ ഹെർ അങ്കിൾ. KG പഠിക്കുന്ന കുട്ടിയാ. അങ്ങനെ എന്നോട് ചോദിച്ചു എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. അപ്പൊ നമ്മൾ ആദ്യം കുട്ടിയുടെ അമ്മയെ അറിയിക്കുക. അമ്മയുടെ ബ്രദറാണല്ലോ, അമ്മയെ അറിയിക്കുക. അല്ലെങ്കിൽ അയാളെ വിളിച്ചിട്ട്, അച്ഛൻ ഗൾഫിലാണ്, ഒരു ഗാർഡിയൻ എന്നുള്ള രീതിയിൽ എന്തെങ്കിലും കാര്യത്തിനായിട്ട് അയാളെ സ്കൂളിൽ വിളിക്കുക. സ്കൂളിൽ വിളിച്ചിട്ട് അയാൾക്ക് വാൺ ചെയ്യുക. ചൈൽഡ് ലൈനെ അറിയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് വാൺ ചെയ്യാൻ. എന്തെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ഡീൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് അപ്പൊ തന്നെ അയാളെ വിളിച്ച് അത് കൊടുക്കണം എന്നുണ്ടായിരുന്നു. ബട്ട് അവരത് മാനേജ് ചെയ്യും, ടീച്ചേഴ്സ് അല്ലേ, അപ്പൊ അവരത് മാനേജ് ചെയ്തോളാം എന്ന് പറഞ്ഞു. സോ അതെന്തായെന്ന് എനിക്കറിയില്ല. പിന്നെ എനിക്ക് അതിന്റെ ഫീഡ്ബാക്ക് ഒന്നും കിട്ടിയില്ല. അപ്പൊ വൺസ് ആ കുട്ടിക്ക് കിട്ടിയതിന്റെ ഒരു ഔട്ട്റീച്ച് അത് അതിന്റെ ഒരു ഫ്രണ്ടിനോട്, അതിനൊരു കുഞ്ഞല്ലേ, അതിനൊരു കളി പോലെ തോന്നി. സോ ഒരെണ്ണമെങ്കിലും കൊടുക്കും, ഒരെണ്ണം. അങ്ങനെ അയാൾക്കും ഒരു മോളുള്ളതാണ്, അതുകൂടെ ഒന്ന് ആലോചിക്കണായിരുന്നു. സോ അങ്ങനെ ഒരു കേസ് വന്നു. സോ അതാണ്. അപ്പൊ കുഞ്ഞുങ്ങളെ കാണിക്കുന്ന ഓരോ ആക്ഷന്റെ പുറകിലും അവർക്ക് എവിടെന്നോ എന്തോ കിട്ടിയിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് അവർ ഉപയോഗിക്കുന്ന വാക്കുകൾ എല്ലാം ഇങ്ങനെയല്ലേ. അവർ മോർ സെൻസിറ്റീവ് ആണ്. കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സെൻസിറ്റീവ് ആണോ, എല്ലാം അവരുടെ ചുറ്റുമുള്ള കാര്യങ്ങളുമായിട്ട്, കാണുന്നത് കേൾക്കുന്നത് എല്ലാമായിട്ട് അവർ സെൻസിറ്റീവ്. അവർ പിടിച്ചെടുക്കുകയാണ്. അബ്സോർബൻ മൈൻഡ് ആണ്. സ്പഞ്ച് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അത് വാട്ടർ അബ്സോർബ് ചെയ്യുന്ന പോലെ ഇവരെല്ലാം അബ്സോർബ് ചെയ്യും. ഓക്കെ,
ഈ അബ്സോർബ് ചെയ്യുന്നത് സർട്ടൻ ഏജ് കഴിയുമ്പോഴാണ് മാറുന്നത്. എന്തും അബ്സോർബ് ചെയ്യും. അതായത് ചെറിയ കുഞ്ഞുങ്ങളെ അമ്മമാരല്ലെങ്കിൽ അമ്മൂമ്മമാരല്ലെങ്കിൽ നമ്മളൊക്കെ തന്നെ പറ്റിക്കാറില്ലേ, ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാല് അമ്പിളി മാവനെ പിടിച്ചു തരാന്ന് പറയും, അല്ലെങ്കിൽ ചിലപ്പോ പേടിപ്പിച്ച് ഭക്ഷണം കഴിപ്പിക്കും, അങ്ങനെയൊക്കെ അല്ലേ. ഉറക്കം കരയുമ്പോ അങ്ങനെ ഓരോന്ന് പറയും, കോക്കാച്ചി വരും, അങ്ങനെ ഇല്ലാത്ത കാര്യം നമ്മൾ പറയും. കുട്ടികൾ അതെല്ലാം വിശ്വസിക്കും. ദാറ്റ് മീൻസ് ദേ ആർ അബ്സോർബിങ് ഓൾ ദ തിങ്സ്. ബട്ട് സർട്ടൻ ഏജ് കഴിയുമ്പോൾ ഇവരുടെ ചില സൈക്കോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് വരും. സൈക്കോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അവര് അമ്പിളിമാവനെ പിടിച്ചു തരാമെന്ന് പറഞ്ഞാൽ അവർക്ക് അറിയാം അത് പിടിക്കാൻ പറ്റുന്നൊന്നല്ല. ആ രീതിയിൽ അവരുടെ തിങ്കിങ് ലെവൽ മാറും. അപ്പോൾ അതുവരെ അബ്സോർബഡ് മൈൻഡ് ആയിട്ടിരുന്നവർക്ക് സൈക്കോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സിന്റെ ചില പാറ്റേൺസ് വരും. അത് വരുമ്പോൾ അവർക്കറിയാം എന്താണ് ശരി എന്താണ് തെറ്റെന്നുള്ളത് അറിയാം. സോ അപ്പോഴാണ് നമ്മൾ ഗുഡ് ടച്ച് ബാഡ് ടച്ച് ആ ഒരു ഇത് അവരിലേക്ക് കൊടുക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ കുറച്ചുകൂടെ ഏജ് ആകുമ്പോൾ ജസ്റ്റിസ്, നീതി, അത് നീ ഒരു ഫ്രണ്ട് ആണെങ്കിലും ചെയ്ത കാര്യം ശരിയല്ല എന്നവർക്ക് പറയാൻ പറ്റില്ല. ഇവൻ പാരന്റ്സ് ആരെങ്കിലും പറയുമ്പോൾ അങ്ങനെയല്ല ഇങ്ങനെയാണ്, അല്ലെങ്കിൽ അങ്ങനെ ഫ്രണ്ട്സ് ആണെങ്കിൽ ചേട്ടൻ ചേച്ചിയൊക്കെ ആണെങ്കിലും അവർക്ക് അത് ജസ്റ്റിസ് അങ്ങനെയുള്ള രീതിയിലുള്ള ഇതൊക്കെ വരും. വാല്യൂസ് വരാൻ തുടങ്ങും. അത് പണ്ട് എല്ലാം വിഴുങ്ങിക്കൊണ്ടിരുന്നവര് അബ്സോർബൻ മൈൻഡ് ആയിരുന്നവരെ മാറി സൈക്കോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് അവരുടെ മനസ്സിൽ വരും. അപ്പൊ അത് ഇനി നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാവും കുട്ടികളുടെ പല കാര്യങ്ങളും. ഓക്കെ, സോ എവിടെയായിരുന്നു റീഡ് ചെയ്തത്? എവിടെയായിരുന്നു? നമ്മൾ കുറെ കാര്യങ്ങൾ പറഞ്ഞു. റീഡ് ചെയ്തത് എവിടെയായിരുന്നു? നെക്സ്റ്റ് ടീച്ചേഴ്സ് ആൻഡ് സൈക്കോളജി സ്റ്റാർട്ട് ചെയ്യണം. വെരി ഗുഡ്, താങ്ക് യു. 2 paragraphs, right? 2 or 3 paragraphs. സൈക്കോളജി പഠിക്കുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു സിഗ്മണ്ട് ഫ്രോയിഡിന്റെ കാര്യങ്ങൾ പഠിക്കുന്നത്, അത് അദ്ദേഹത്തിന്റെ എന്തെങ്കിലുമൊക്കെ വായിക്കാൻ നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ വായിച്ചു നോക്കുന്നത് നല്ലതായിരിക്കും. നമുക്ക് ഗൂഗിൾ സെർച്ച് ചെയ്താൽ തന്നെ കുറെ കാര്യങ്ങൾ അദ്ദേഹത്തെ പറ്റി നമുക്ക് അറിയാനായിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ് ടീച്ചേഴ്സ് ആൻഡ് സൈക്കോളജി. സൈക്കോളജി പാർട്ട് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കേസിൽ തന്നെ പെട്ടെന്ന് അവർക്ക് അവർ ചിന്തിച്ച കുട്ടിയെ വഴക്ക് പറയൊന്നുമല്ല, ശരിയായ ഒരു മെത്തേഡ് തന്നെയാണ് ആ ഒരു ടീച്ചർ അഡോപ്റ്റ് ചെയ്തത്. കുട്ടിയെ താക്കീതിയൊന്നുമല്ല ചെയ്തത്. മോള് എന്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്? ആദ്യം മ്യൂട്ടാണേ. മോൾ എന്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്? ആരെങ്കിലും മോളോട് ഇങ്ങനെ ചെയ്തു? അങ്ങനെ വളരെ എന്താ പറയാ, ഒരു വളരെ സെൻസിബിൾ ആയിട്ടാണ് ആ ഒരു കാര്യം ഡീൽ ചെയ്തത്. ഓക്കെ, ഈവൻ ദോ അവരുടെ കുഞ്ഞിനെയാണ് അത് ചെയ്തത്, ആ ടീച്ചറുടെ കുട്ടിയാണ് മറ്റേ കുട്ടി ഇങ്ങനെ ചെയ്തത്. എന്നിട്ട് പോലും അവര് അവരുടെ ആ ഒരു മനസ്സ് നല്ല സ്ട്രോങ് ആക്കി വെച്ച് വളരെ കെയറിങ് അഫെക്ഷനോട് കൂടിയാണ് മറ്റേ കുട്ടിയെ അപ്രോച്ച് ചെയ്തത്. അതൊക്കെ ഹാറ്റ്സ് ഓഫ് നമ്മൾ സമ്മാനിച്ചു, അപ്രീഷ്യബിൾ ആണ്. ഓക്കെ, നെക്സ്റ്റ് ടീച്ചേഴ്സ് ആൻഡ് സൈക്കോളജി. Why psychology is important in educational settings? അതാണ് നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത്. സോ ആർക്കാ ഒന്ന് റീഡ് ചെയ്യാൻ പറ്റുക? ഞാൻ വായിക്കാം. ഓക്കെ, Teachers and psychology. Education in simple terms is the modification of behavior of children in a controlled environment. To shape the behavior of the subject and bring positive changes, it is necessary to study the science of behavior. All teachers have to understand the children with whom they interact. It is necessary that they should know how they think, how they react to their environment, the strengths and weakness of their personality, etc. At the same time, a teacher has to know that two individuals are not similar and they have several different aspects. Every individual is unique in nature. At the same time, when the individuals come together, the nature of their behavior changes. As the teacher is very often expected to deal with the group of students, it has to know the psychology of the groups as well as the psychology of the individual in the group and influences of group of the individual. The teacher must have awareness about the socio cultural program also. എന്തിനാണ് എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സിൽ സൈക്കോളജിക്ക് ഇത്ര ഇമ്പോർട്ടൻസ് വന്നെന്നുള്ളത്? അപ്പം ജസ്റ്റ് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യുക, നിങ്ങളൊരു ക്ലാസ്സിലേക്ക് പോകുന്നു. there are 20 students in front of you. KG ആണ്, LKG ആണെന്ന് വിചാരിക്കാം. 20 students. So ടീച്ചിങ് പ്രാക്ടീസിന് പോവാന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ ജോലി കിട്ടിയെന്ന് വിചാരിക്കാം. വാട്ട് യു വിൽ ഡു ഫ്രം ദ ഫസ്റ്റ് ഡേ? ഫസ്റ്റ് ഡേ തന്നെ എന്ത് ചെയ്യും?
വാച്ച് ചെയ്യാൻ കുട്ടികളെ ഓരോ കുട്ടിയുടെയും സൈക്കോ നമ്മൾ അവരോട്ടൊന്ന് ഫ്രണ്ട്ലി ആയിട്ട് ബിഹേവ് ചെയ്യും. അതായത് ഞാനൊരു ടീച്ചറാണ്, ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ വന്നിട്ടാണെന്നുള്ള രീതിക്ക് പറയാണ്ട് ഒന്ന് ജസ്റ്റ് അവരോട് കമ്പനി ആവാൻ ശ്രമിക്കും. എന്നിട്ട് പിന്നെ ടീച്ചിങ് സ്റ്റാർട്ട് ചെയ്യും. മാം ആദ്യം ഒരു ഐസ് ബ്രേക്കിംഗ് കൊടുക്കണ്ടേ മക്കൾക്ക്? അതെ, മാം ഒരു സ്മൈലിംഗ് ഫേസ് വേണം ഫസ്റ്റ്. തീർച്ചയായിട്ടും നമ്മളെ അവർക്ക് ഇഷ്ടമാകണം, എന്നാലല്ലേ നമ്മൾ പഠിപ്പിക്കുന്ന കാര്യത്തെ അവർ സ്നേഹിക്കത്തുള്ളൂ. അതെ. ഫ്രണ്ട്ലി ആയിരിക്കണം അവർക്ക്. അപ്രോച്ചോട് കൂടി അവരെ സമീപിക്കുക. നല്ല പ്ലീസിങ് ആയിരിക്കണം, ഫ്രണ്ട്ലി ആയിരിക്കണം. ഇതൊക്കെയാണ് നിങ്ങളിപ്പോ പറഞ്ഞത്. പ്ലീസിങ് ആയിരിക്കണം, ഫ്രണ്ട്ലി ആയിരിക്കണം. ഓക്കെ, സോ നിങ്ങൾ പഠിപ്പിക്കാനുള്ളതൊക്കെ പ്രിപ്പയർ ആയിട്ട് ചെല്ലുക കേട്ടോ. ലൈക്ക് ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് പഠിപ്പിക്കാൻ പോവാന്ന് വിചാരിച്ചു. സോ നിങ്ങളുടെ കയ്യിൽ ആക്ഷൻ സോങ് ഉണ്ട് ആൽഫബറ്റ്സ് പഠിപ്പിക്കാനുള്ളത്. അതുപോലെ തന്നെ സ്റ്റോറി ഉണ്ട്, ആൽഫബറ്റ്സ് പഠിപ്പിക്കാനുള്ള സ്റ്റോറിയും കയ്യിലുണ്ട്. കുറെ സ്റ്റഫ് നമ്മുടെ കയ്യിലുണ്ട്. നമ്മളിൽ ഒരു കുട്ടിത്വം ഉണ്ടാകണം. ഡെഫിനറ്റ്ലി ദർ ഷുഡ് ബി ആൻ ഇന്നർ ചൈൽഡ് ഇൻ എവരിവൺ. എല്ലാവരുടെ ഉള്ളിലുണ്ട് ഒരു ഇന്നർ ചൈൽഡ് അല്ലെ. സോ നമ്മള് ആ ഒരു ഫ്രണ്ട്ലി, ഭയങ്കര എന്താ പറയാ മേക്കപ്പ് എന്നോ ഭയങ്കര ഡ്രസ്സിങ് അതല്ല, വളരെ സിമ്പിൾ ഡ്രസ് ആണെങ്കിലും കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മൾ ഫ്രണ്ട്ലി. അവര് ചിലപ്പോൾ പറയും നമ്മളോട് നെക്സ്റ്റ് ക്ലാസ്സിൽ എന്ത് വേണമെന്ന്. എന്നോടൊക്കെ പറഞ്ഞിട്ടുണ്ട് ടീച്ചിങ് പ്രാക്ടീസിന് പോയപ്പോ ഒരു മോൻ. ഞാൻ ടീച്ചിങ് പ്രാക്ടീസിന് ഒരു പ്യുവർ മോണ്ടിസോറി സ്കൂളിലാണ് പോയത്. അവിടെ സ്കൂളിന്റെ ഓപ്പോസിറ്റ് വീട്ടിൽ നിന്നൊരു മോൻ വരാറുണ്ട്. ഇവനും ഇവന്റെ ചേച്ചിയും തമ്മിൽ, ചേച്ചി +2 ഇവന് 4 വയസ്സേ ഉള്ളൂ. അപ്പോ അങ്ങനെ വരും. ഭയങ്കര ചിരിയാട്ടോ, അധികം സംസാരമൊന്നുമില്ല, ചിരിയൊക്കെയാ. അപ്പൂപ്പനോ അച്ഛനോ ചേച്ചിയോ ഒക്കെയാണ് ഇടയ്ക്ക് കൊണ്ടാക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ദിവസം വന്നപ്പോ ഞാൻ ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോൾ നമുക്ക് ആ സ്കൂളിൽ നിന്ന് ഡ്രസ് കോഡും പറഞ്ഞിട്ടില്ല, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ഒന്നും പറഞ്ഞിട്ടില്ല. യൂണിഫോം ഒന്നും, ഞാൻ റെഗുലർ ബാച്ച് അല്ലായിരുന്നു, ഹോളിഡേ ബാച്ച് ആയിരുന്നു. യൂണിഫോം ഒന്നും ഇല്ലായിരുന്നു. റെഗുലർ ബാച്ചുകാർക്കായിരുന്നു യൂണിഫോം. അപ്പൊ അങ്ങനെ ഞാൻ അവിടെ സൽവാറൊക്കെ ഇട്ടാ പോയത്. ചെന്നപ്പോഴേക്കും ഈ മോൻ ഒരു ദിവസം വന്നിട്ട് എന്നോട് ചോദിച്ചു, നാളെ സാരി ഉടുത്തിട്ട് വരാമെന്ന് ചോദിച്ചു. ബ്ലൂ സാരി. ഞാൻ എന്തിനാ ഒന്നൊന്നും ചോദിച്ചില്ല, ഞാൻ തിരിച്ചു വരാമെന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം ഞാൻ ബ്ലൂ സാരിയെ കൊടുത്തു പോയേ. ബ്ലൂ സാരിയെ കൊടുത്തു പോയപ്പോഴേക്കും ഇവൻ വന്ന് എന്നെ ഹഗ് ചെയ്തിട്ട് പറഞ്ഞു, എന്റെ അമ്മയ്ക്കും ബ്ലൂ സാരി ഉണ്ട്. അവന്റെ ഓർമ്മയിൽ അവന്റെ അമ്മ ബ്ലൂ സാരിയിൽ നിൽക്കുന്നത്. അപ്പൊ ഞാനിങ്ങനെ അവന്റെ അമ്മ എവിടെയാന്ന് ചോദിച്ചപ്പോ പറഞ്ഞു ഇറ്റലിയിലാ, നേഴ്സാ. അപ്പൊ ഭയങ്കരമായിട്ട് അമ്മയെ മിസ് ചെയ്തു. സോ അവർക്ക് അതാ നമ്മളെ കാണുമ്പോൾ അവരുടെ ഉള്ളിൽ ആ ഒരു ഇത്, അവർക്ക് ആ ഒരു കെയറിങ്, ആ ഒരു മദർലി അഫെക്ഷൻ നമ്മുടെ കയ്യിൽ നിന്ന്, നമ്മുടെ നിന്ന് വരണം രീതിയിലുള്ള ആ ഒരു ഇതാണ്. നമ്മളുടെ ടീച്ചിങ് പ്രാക്ടീസിന് പോയ ട്രെയിനീസിനെ എല്ലാം ആ സ്കൂളിലെ സ്റ്റാഫിനും ടീച്ചേഴ്സിനും ഒക്കെ ഭയങ്കര താല്പര്യമാണ്. ഇവര് പോരുമ്പോ ഭയങ്കര വിഷമമാണ് കുട്ടികൾക്ക്. എന്താ ഇനി വരിക, എപ്പോഴും അന്വേഷിക്കും, കുട്ടികളെ അന്വേഷിക്കുന്നുള്ള രീതിയിൽ പല ട്രെയിനീസും ഫീഡ്ബാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ അങ്ങനെ അത് കുട്ടികളുടെ മനസ്സ് പെട്ടെന്ന് അവരങ്ങനെ ട്രാൻസ്പെറന്റ് ആണ്. നമ്മൾ നല്ല പ്ലേസിംഗ് ആയിട്ട് അവരോട് നിങ്ങൾ പറഞ്ഞ പോലെ ഫ്രണ്ട്ലി ആയിട്ടൊക്കെ പെരുമാറുമ്പോൾ അവരെല്ലാം പറയും. അപ്പൊ അവർക്കൊരു വിഷമം ഉണ്ടെങ്കിലും സന്തോഷം ഉണ്ടെങ്കിലും അവർ ഭയങ്കര എക്സ്പ്രസീവ് ആയിരിക്കും. അപ്പൊ അത് നമുക്ക് ശ്രദ്ധിക്കാം. സോ നിങ്ങൾ പോകുന്നു ടീച്ചിങ് പ്രാക്ടീസ് അല്ലെങ്കിൽ ജോബ് കിട്ടി പോകുന്നു എന്ന് വിചാരിക്കാം. ആൽഫബറ്റ്സ് ഒക്കെ പഠിപ്പിക്കാനായിട്ട് പ്രിപ്പയർ ആയിരിക്കുന്നു. നമ്മളുടെ കയ്യിൽ ആൽഫബറ്റ്സിന്റെ ലെറ്റേഴ്സ് എഴുതിയ കാർഡ്സ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്റ്റോറി ഉണ്ട്. സ്റ്റോറിയിലൂടെ ആൽഫബറ്റ്സ് പഠിപ്പിക്കാനായിട്ട് നമുക്ക് അറിയാം. പിന്നെ പിക്ചർ കാർഡ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. ആൽഫബറ്റ്സിന്റെ ഓരോ ലെറ്റർ വെച്ചിട്ടുള്ള ഓരോ വേർഡിന്റെ എഴുതിയതും പിക്ചറും ഉള്ള കാർഡ്സും ഉണ്ടെന്ന് വിചാരിക്കാം. കേട്ടോ, ഓക്കെ, ഞാൻ കാണിക്കാം. അപ്പോഴേക്കും ഇത് പറയട്ടെ. 20 സ്റ്റുഡൻസ്, 20 കുട്ടികൾ നമ്മുടെ മുമ്പിലുണ്ട്. പെൺകുട്ടികളും ആൺകുട്ടികളും ഉണ്ട്. ആദ്യമായിട്ട് ചെല്ലുന്നു. ആൽഫബറ്റ്സ് പഠിപ്പിക്കാനുള്ള നമ്മൾ ഇതിന്റെ ചെല്ലുന്നത്. ആക്ഷൻ സോങ് കയ്യിലുണ്ട്, കാർഡ്സ് ഉണ്ട്, പിന്നെ സ്റ്റോറി ഉണ്ട്. ഓക്കെ, ഇനി ലേണിംഗ് പ്രോസസ് തുടങ്ങാൻ പോവാം. അവരെയൊക്കെ പരിചയപ്പെട്ട് ഓരോരുത്തരുടെ പേരൊക്കെ ചോദിച്ചു. ഇപ്പം മുഫീദ പറഞ്ഞ പോലെ ഐസ് ബ്രേക്കിംഗ് കുഞ്ഞൊരു ഗെയിമും ഒക്കെ ചെയ്യിച്ചു. ഒക്കെ കഴിഞ്ഞിട്ട് ഐസ് ബ്രേക്കിംഗ് കഴിഞ്ഞ് കുട്ടികളൊക്കെ ഭയങ്കര ഹാപ്പിയായി എല്ലാരും ഇരിക്കുന്നു. അവരിങ്ങനെ എക്സ്പെക്ട് ചെയ്തിരിക്കുക, അവരുടെ പുതിയ മിസ് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ഇങ്ങനെ എക്സ്പെക്ട് ചെയ്തിരിക്കുന്നു. സോ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. ഫസ്റ്റ് ഒരു ആക്ഷൻ സോങ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചു. കുട്ടികളും ജോയിൻ ചെയ്യുന്നു. അവരും ആക്ഷൻ സോങ്ങിൽ ഭയങ്കര എൻഗേജ്ഡ് ആയി. അവർ ആൽഫബറ്റ്സിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ത്രൂ ദ ആക്ഷൻ സോങ് അവർ മനസ്സിലാക്കുക. ലൈക്ക്
അങ്ങനെ പോയി. അത് കഴിഞ്ഞപ്പോ നമ്മൾ ഒബ്സർവ് ചെയ്യുക, ആക്ഷൻ സോങ് പ്രൊവൈഡ് ചെയ്തപ്പോ നമ്മുടെ ജോലി ചെയ്താ ഒബ്സർവ് ചെയ്യുക, നമ്മൾ കൊടുക്കുന്ന ആക്ടിവിറ്റീസിന്റെ റെസ്പോൺസ് എങ്ങനെയാന്ന് നമ്മൾ മനസ്സിലാക്കുക. കാരണം എന്നിട്ട് വേണം അടുത്ത ദിവസം നമുക്ക് ആക്ടിവിറ്റി അതുപോലെ കൊണ്ടുവരാൻ. നല്ല റെസ്പോൺസ് ആയിരുന്നു. പിന്നെ സ്റ്റോറി തുടങ്ങി. നമ്മൾ നറേറ്റ് ചെയ്യുക. സ്റ്റോറിക്ക് നമ്മുടെ കയ്യിൽ സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ. നമ്മൾ സ്റ്റോറി നറേറ്റ് ചെയ്യാണ് ത്രൂ. അതിനകത്ത് ആൽഫബറ്റ്സിനെ റിലേറ്റ് ചെയ്യുന്ന പല കാര്യങ്ങളും വരുന്നുണ്ടാവാം, വേർഡ്സ് വാക്കുകൾ വരുന്നുണ്ടാവാം, എറോപ്ലെയിൻ വരുന്നുണ്ടാകാം, എലിഫന്റ് വരുന്നുണ്ടാവാം, കാർ വരുന്നുണ്ടാകാം. അങ്ങനെ പല പല ഇത് വരുന്ന രീതിയിൽ എല്ലാ ആൽഫബറ്റ്സിന്റെയും വേർഡ്സ് വരുന്ന രീതിയിൽ നറേറ്റ് ചെയ്തു. കുട്ടികൾ സ്റ്റോറി ഭയങ്കര അത്ര ഇൻട്രസ്റ്റ് കാണിച്ചില്ല. പക്ഷെ ആക്ഷൻ സോങ്ങിൽ അവർ ഭയങ്കര എൻഗേജ്ഡ് ആയി. സോ നിങ്ങൾ എന്തായിരിക്കും നിങ്ങളുടെ ഡിസിഷൻ? ഒന്നുകൂടെ ആക്ഷൻ ചെയ്തിട്ട് കാണിച്ചാൽ അവർക്ക് ഒന്നുകൂടെ മനസ്സിലാവും. പിക്ചറൈസ് ചെയ്താൽ അവർക്ക് ഒന്നുകൂടെ പെട്ടെന്ന് ക്ലിക്ക് ചെയ്യാൻ പറ്റും. അവരുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് നമ്മൾ ചെയ്യണം. അതെ, അതാണ് എഡ്യൂക്കേഷണൽ സൈക്കോളജി. നമ്മുടെ മുന്നിൽ വരുന്ന കുട്ടികളുടെ ബിഹേവിയർ അനുസരിച്ച് നമ്മൾ സെറ്റിങ്സ് അതങ്ങ് മാറ്റുക, എൻവയോൺമെന്റ് നമ്മൾ ചേഞ്ച് ചെയ്യുക. നമ്മുടെ ഒരു ട്രെയിൻ ഇതുപോലെ ടീച്ചിങ് പ്രാക്ടീസിന് പോയപ്പോൾ ആക്ഷൻ സോങ്ങും സ്റ്റോറിയുമായിട്ട് പോയി. ആക്ഷൻ സോങ് ചോദിച്ചപ്പോൾ ഭയങ്കര ഇൻവോൾവ്മെന്റ് ആയിരുന്നു. കുട്ടികൾ അതുമായിട്ട് അവർ ഭയങ്കരമായിട്ട് അത് എൻജോയ് ചെയ്തു, അവർ ചെയ്തു. ബട്ട് സ്റ്റോറി നമ്മൾ നറേറ്റ് ചെയ്യുക. കുഞ്ഞുങ്ങൾ വെറുതെ ഇരിക്കല്ലേ, അവർ കേൾക്കുന്ന മാത്രമേ ഉള്ളൂ, അവരുടെ ഓഡിറ്ററി സെൻസ് മാത്രം. ആക്ഷൻ സോങ് വന്നപ്പോഴേക്കും അവർക്ക് മിസ് ഭയങ്കരമായിട്ട് ആക്ഷൻ കാണിക്കുന്നു, അവരത് വിഷ്വലൈസ് ചെയ്യുന്നു, അവർ കേൾക്കുന്നു, അവരുടെ വിഷ്വൽ സെൻസും ഓഡിറ്ററി സെൻസും ഒക്കെ കൂടെ അവരുടെ ബോഡി മൂവ് ചെയ്യാൻ തുടങ്ങുന്നു, അവർ ആക്റ്റീവ് ആകുവാണ് അല്ലെ. മറ്റേത് നറേറ്റ് ചെയ്തു. അതേസമയം ഈ സ്റ്റോറി പറഞ്ഞു കൊടുത്തപ്പോ ആ സ്റ്റോറിയിലെ ക്യാരക്ടേഴ്സ് അനുസരിച്ച് ഫേസ് മാസ്കും കൂടി ഉണ്ടായിരുന്നെങ്കിലോ വിഷ്വൽ എഫക്ട് കൂടും അല്ലെ. അവരുടെ വിഷ്വൽ സെൻസ് കുറച്ചുകൂടെ. അതിനകത്ത് ലയൺ വന്നു, ഫോക്സ് വന്നു, അങ്ങനെ എന്തെങ്കിലുമൊക്കെ അനിമൽസ് അതിനകത്ത് വന്നു. അങ്ങനെയൊക്കെ വരുമ്പോ അത് നമ്മൾ എന്ത് സ്റ്റോറിയാണോ നറേറ്റ് ചെയ്യാൻ പോകുന്നത് അതിനനുസരിച്ച് നമ്മൾ മാസ്കും കൂടെ പ്രിപ്പയർ ചെയ്തിട്ട് നറേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് കുറച്ചുകൂടെ അവർ ഇൻവോൾവ് ആകും. ഇനി അതൊരു റോൾ പ്ലേ ആയിട്ട് അവരെ കൊണ്ട് ചെയ്യിക്കുവാണെങ്കിൽ കുട്ടികളെ അതിലെ ക്യാരക്ടേഴ്സ് ആക്കുക. അമ്മയും മുയലും കഥ കുട്ടികൾക്ക് ഇപ്പോഴും ഇഷ്ടമല്ലേ. അപ്പൊ കുട്ടികളെ ആ ക്യാരക്ടേഴ്സ് ആക്കുക, മാസ്ക് ഒക്കെ വെച്ച് കൊടുത്ത് ക്യാരക്ടേഴ്സ് ആക്കുവാണെങ്കിൽ വളരെ ഇഷ്ടമാവും. നമ്മളൊരു ട്രെയിനി തേർഡ് ബാച്ചിലാണ് ഒരു സ്കൂള് നടത്തുന്നതാണ്. 35ഓളം കുട്ടികളുണ്ട്, 35 സ്റ്റുഡൻസ് ഉണ്ട്. ഇവര് ഈ മാസ്കിന്റെ കാര്യം പറഞ്ഞപ്പോ ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ മാസ്കിന് നമ്മളിങ്ങനെ ഒരു ബാൻഡ് വെച്ചിങ്ങനെ ചെയ്യുമ്പോ ബാൻഡ് ഇങ്ങനെ വേദന എടുക്കാത്ത രീതിയിലൊരു ബാൻഡ് കിട്ടും. അപ്പൊ അതിങ്ങനെ പറഞ്ഞപ്പോ ആ കുട്ടി പറഞ്ഞു, മിസ് ബാൻഡിന് പകരം ഇങ്ങനെ സ്റ്റിക്കിൽ വെച്ചിട്ട് അവരുടെ കൈ ഇങ്ങനെ ഫേസ് ഇങ്ങനെ മറയ്ക്കുന്ന രീതിയിൽ വെച്ചാലും അത് നല്ലതായിരിക്കും, ഞങ്ങൾ അങ്ങനെ ചെയ്യിക്കാറുണ്ടെന്ന് പറഞ്ഞു സ്കൂളില്. അപ്പൊ കൈ അഥവാ വേദന എടുത്ത് അവർ അടുത്ത കൈയിലേക്ക് മാറ്റി അങ്ങനെ പിടിച്ച് അവർ തന്നെ അത് ചെയ്തോളും പറഞ്ഞു. അതും നല്ലൊരു ഐഡിയ കേട്ടോ, ഞാനൊരു ഷെയർ ചെയ്തോന്നേ ഉള്ളൂ. അപ്പൊ അങ്ങനെ കുട്ടികളെ കൊണ്ട് ചെയ്യിക്കാറുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാകുമ്പോ കുറച്ചുകൂടെ അവർ അതിനകത്ത് ലൈവ് ആകും. അപ്പൊ അതാണ് നമ്മുടെ മുന്നിൽ വരുന്ന കുട്ടികളുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് നമ്മൾ ആക്ടിവിറ്റീസിന്റെ രീതി മാറ്റണം. അതാണ് മോണ്ടിസോറി മെത്തേഡ്. ട്രഡീഷണൽ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിലബസ്, ആ കരിക്കുലത്തിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് ആ വേയിലായിരിക്കും പോകുന്നത്. ജനറലൈസ് ചെയ്ത് പറയുന്നതല്ല, എല്ലാ ടീച്ചേഴ്സും അങ്ങനെയല്ല. ട്രഡീഷണൽ മെത്തേഡില് അവർ കുറെയൊക്കെ മാറ്റങ്ങൾ വരുത്തി ചെയ്യിക്കുന്നുണ്ട്. ബട്ട് നമ്മുടെ ഒരു ട്രെയിനിൽ പോയ ഒരു സ്കൂളിലെ അവസ്ഥ അത് പറയുമായിരുന്നു. KG ആയിരുന്നു. ടീച്ചർമാര് വടി വെച്ച് പേടിപ്പിച്ച് അടിച്ച് ഷൗട്ട് ചെയ്തൊക്കെയാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്. അപ്പൊ ഇതിനോടും ആക്ടിവിറ്റീസ് ഒന്നും വേണ്ട, പോർഷൻസ് എടുത്താൽ മതി എന്ന് പറഞ്ഞു. ബട്ട് നമുക്കത് പറ്റണില്ല, നമ്മുടെ ട്രെയിനിക്ക് അത് പറ്റുന്നില്ല. പക്ഷെ ചെറിയ ചെറിയ രീതിയിൽ ആക്ടിവിറ്റീസ് ചെയ്യിച്ചിട്ട് തന്നെയാണ് എല്ലാം എടുക്കുന്നത്. അവിടെ കുട്ടികൾക്ക് ടീച്ചർമാരെ ഭയങ്കര പേടിയാണ്. ഇത് വരുമ്പോഴും അവർക്ക് ആ ഒരു ഇത് മാത്രല്ലേ ഫീലല്ലേ ഉള്ളൂ. ടീച്ചർന്ന് കേൾക്കുമ്പോൾ പേടിപ്പിക്കുന്ന എന്തോ സംഭവമാണെന്നുള്ളതല്ലേ. ആ ഒരു അപ്രോച്ചായിരുന്നു നമ്മുടെ ട്രെയിനിയോട് ആദ്യം ഉണ്ടായത്. പക്ഷെ പിന്നെ അത് മാറി, ഇഷ്ടമായി എന്ന് പറയണ്ടായിരുന്നു. പറയുന്ന കാര്യങ്ങളൊക്കെ അവർ ചെയ്യും, അങ്ങനെയൊക്കെ. സോ ദാറ്റ് ഈസ് എ ഡിഫറൻസ്. ആ കുട്ടികൾക്ക് വേണ്ടത് കെയറിങ്, അഫെക്ഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് കുട്ടികൾക്ക് വേണ്ടത്. സോ അതിനനുസരിച്ച് വേണം നമ്മൾ ആക്ടിവിറ്റീസ് മാറ്റാൻ. അതുകൊണ്ട് ഒരു കാര്യം കൂടി ഞാൻ ആഡ് ചെയ്യുവാണ്. നമുക്ക് മോണ്ടിസോറി മെത്തേഡില് ലെസൺ പ്ലാൻ ഇല്ല, ടീച്ചിങ് മാനുവൽ ആണുള്ളത്. നിങ്ങൾ ഇനി പോകാൻ നേരത്ത് ഞാൻ ഒന്നുകൂടെ ക്ലിയർ ചെയ്ത് തരാം ടീച്ചിങ് പ്രാക്ടീസിന് പോകുന്ന സമയം നോക്കൂ. അതായത്
ലെസൺ പ്ലാൻ എന്താ ചെയ്യുന്നേ അറിയാമോ? നമ്മള് പഠിപ്പിക്കേണ്ട കാര്യങ്ങള് അതുപോലെ എന്തൊക്കെ ക്ലാസ്സിലേക്ക് ചെയ്യണം അതൊക്കെ എഴുതിയിട്ട് ഇതാക്കുന്നതല്ലേ, തയ്യാറാക്കുന്നതല്ലേ? നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെക്കുന്നു അല്ലെ? അല്ലെങ്കിൽ ഒരു വീക്കിലേക്കുള്ളത് മുഴുവനും പ്രിപ്പയർ ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ദിവസത്തേക്കുള്ളത് തലേ ദിവസമെങ്കിലും പ്രിപ്പയർ ചെയ്യുന്നു. എന്താണ് നെക്സ്റ്റ് ഡേ എടുക്കാനുള്ളത് നമ്മൾ പ്ലാൻ ചെയ്ത് വെക്കുക. ആ പ്ലാനിനനുസരിച്ച് പോയി നമ്മൾ ക്ലാസ് എടുക്കുന്നു അല്ലെ? മോണ്ടിസോറി കുട്ടികളുടെ എന്തൊക്കെ പഠിപ്പിക്കണം, എങ്ങനെ പഠിപ്പിക്കണം എന്നുള്ളത് നമ്മൾ ആദ്യം ഒരു ലെസൺ പ്ലാൻ ആക്കിയിട്ട് അവിടെ എഴുതി വെച്ചതിന് ശേഷം അത് പോയിട്ട് ക്ലാസ് എടുക്കുക. മോണ്ടിസോറി മെത്തേഡിൽ നമുക്ക് ടീച്ചിങ് മാനുവൽ ആണ്. അതിലാകെ വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. അത് ടീച്ചിങ് മാനുവൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഇപ്പൊ ഇന്ന് പോയിട്ട് നമ്മൾ സെഷൻ എടുത്തു, ആ സെഷൻ കഴിഞ്ഞിട്ടാണ് നമ്മൾ ടീച്ചിങ് മാനുവൽ പ്രിപ്പയർ ചെയ്യുന്നത്, പ്രീവിയസ്ലി അല്ല. കൗണ്ടിങ് പഠിപ്പിക്കാനാ പോയത്. സോ നമ്മൾ ആദ്യം ആക്ടിവിറ്റിന്നും റിസൾട്ടിന്നും നമുക്ക് 2 കോളം, അങ്ങനെ കോളം വരച്ചിട്ട് നമ്മൾ ഡേറ്റ്, ക്ലാസ് ഏതാണ്, അങ്ങനെയൊക്കെയുള്ള ജനറൽ കാര്യങ്ങൾ ആദ്യം കൊടുക്കും. പിന്നെ കോളം വരച്ചിട്ട് കോളത്തിൽ 1 നമ്പർ ഇട്ടിട്ട് ആക്ടിവിറ്റിന്ന് ഹെഡിങ് ഉണ്ടാവും, അതിന്റെ താഴെ 1 നമ്പർ ഇട്ടിട്ട് എന്റെ ഫോർമാറ്റ് ഒക്കെ ഷെയർ ചെയ്യും കേട്ടോ. 1 നമ്പർ ഇട്ടിട്ട് നമ്മൾ എന്ത് ആക്ടിവിറ്റിയാണ് കൊടുത്തത്, കൗണ്ടിങ് ആയിരുന്നു നമ്മളുടെ, ജസ്റ്റ് സിമ്പിൾ ആയിട്ട് കൗണ്ടിങ് നമ്പേഴ്സ് കൊടുക്കുക. എന്നിട്ട് നമുക്ക് എന്താണ് നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്ന റിസൾട്ട്, കുട്ടികൾ കൗണ്ടിങ് പഠിക്കണം അല്ലെ? കുട്ടികൾ കൗണ്ടിങ് പഠിക്കണം. ഇനി ഈ കോളം കഴിഞ്ഞിട്ട് താഴെ മൈ ഇവാലുവേഷൻ ഒരു ടോപ്പിക് ഉണ്ട്. അതായത് നമ്മളുടെ ഒബ്സർവേഷൻ, നമ്മൾ ഈ കൗണ്ടിങ് പഠിപ്പിക്കാനായിട്ട് അവർക്കൊരു ആക്ടിവിറ്റി കൊടുത്തപ്പോ കുട്ടികളുടെ റെസ്പോൺസ് എന്തായിരുന്നു, ഞാൻ എന്താണ് കണ്ടത്, മൈ ഒബ്സർവേഷൻ, മൈ ഇവാലുവേഷൻ. ആസ് എ മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ ആ കുട്ടികളിൽ ഞാൻ എന്താ കണ്ടത്, they enjoyed it very happily, they were very happy, they enjoyed it. പിന്നെന്താ എഴുതാം, they repeated the same activity many times. അങ്ങനെ നമ്മൾ കണ്ടത് അതാണ് നമ്മൾ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 10 days നിങ്ങൾ ടീച്ചിങ് പ്രാക്ടീസ് ചെയ്തു എന്ന് വിചാരിക്കുക. ഈ 10 days നിങ്ങൾ എഴുതി വെക്കണം. ആ ഡേ കഴിയുന്ന അന്ന് തന്നെ എഴുതി വെക്കണം. എഴുതി വെച്ചിട്ട് പിന്നീട് നിങ്ങൾക്ക് ഫ്യൂച്ചർ റെഫറൻസിന് യൂസ് ചെയ്യാം. ഞാൻ അന്ന് ടീച്ചിങ് പ്രാക്ടീസിന് പോയപ്പോൾ അവിടെ എന്തെല്ലാം ആക്ടിവിറ്റി കൊടുത്തപ്പോ എന്താണ് ഞാൻ റിസൾട്ട് ആയിട്ട് കണ്ടത്. അപ്പൊ ആ റിസൾട്ട് വെച്ചിട്ട് നമുക്ക് നെക്സ്റ്റ് ഡേ നമ്മൾ പോകുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് ആക്ടിവിറ്റി മാറ്റാം. ചിലപ്പോൾ നിങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ട് പോകുന്നതായിരിക്കില്ല നിങ്ങൾക്ക് ചെയ്യേണ്ടി വരിക, കാരണം കുട്ടികളുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് നമുക്കത് മാറ്റേണ്ടതായിട്ട് വരും. അതാണ് മോണ്ടിസോറി മെത്തേഡും ട്രഡീഷണൽ മെത്തേഡും തമ്മിലുള്ള വ്യത്യാസം. കുട്ടികളെല്ലാം ഇൻഡിവിജ്വൽസ് ആണ്, അവർ യുണീക്കാണ്. 10 കുട്ടികളുണ്ടെങ്കിലും 10 രീതിയായിരിക്കും. കുട്ടികളുടെ യുണീക്നെസ്, അവരുടെ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് മനസ്സിലാക്കിയിട്ട് വേണം ആ ഒരു ഫെസിലിറ്റേറ്റർ ക്ലാസ് മുന്നോട്ട് കൊണ്ടുവരാൻ. അതുകൊണ്ടാണ് എഡ്യൂക്കേഷണൽ സെറ്റിംഗില് സൈക്കോളജിയുടെ ഇമ്പോർട്ടൻസ് പറയുന്നത്. കുറച്ച് കുട്ടികൾ ഉണ്ടെങ്കിൽ മാം പറഞ്ഞല്ലോ ഓരോരുത്തർ യുണീക്ക് ആണെന്നുള്ളത്. അപ്പൊ അവരുടെ ഇഷ്ടങ്ങളും യുണീക്ക് ആയിക്കല്ലോ ഓരോരുത്തർക്ക്. അപ്പം ഒരു ക്ലാസ്സിൽ എന്താ കുട്ടികൾ ആക്ഷൻ സോങ്, മാം പറഞ്ഞ പോലെ ആക്ഷൻ സോങ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അതേപോലെ സ്റ്റോറി ഒരു വിഭാഗം, അങ്ങനെ പറയുകയാണെങ്കിൽ നമ്മൾ അതിൽ മെജോറിറ്റിൻ്റെതാണോ സെലക്ട് ചെയ്യുക? നമുക്ക് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റിയാൽ മെജോറിറ്റി അങ്ങനെ നമുക്ക്, അതാണ് ഈ മോണ്ടിസോറി സ്കൂൾ ആകുമ്പോൾ നമുക്ക് ഗ്രൂപ്പ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. ഗ്രൂപ്പ് ഡൈനാമിക്സ് അവിടെയാണ് വർക്ക് ചെയ്യുക. പിന്നെ മോണ്ടിസോറി സ്കൂളിന്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ, അവിടെ ഫെസിലിറ്റേറ്റേഴ്സ് കൂടുതലായിരിക്കും. നമുക്ക് ഈ സാധാരണ സ്കൂളിൽ നമ്മള് ഒരു ചലഞ്ച് അതാണ്, ചിലപ്പോൾ 30 കുട്ടികളെ ഒരു ടീച്ചർക്ക് മാനേജ് ചെയ്യേണ്ടതായിട്ട് വരും. മോണ്ടിസോറി സ്കൂളിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് 9 സ്റ്റുഡൻസിനെയൊക്കെ ഒരു ഫെസിലിറ്റേറ്റർക്ക് അങ്ങ് കൊടുക്കുകയുള്ളൂ. അപ്പൊ ഞാൻ പോയെടുത്ത് സെർവ് ചെയ്തിരുന്നത് എന്നു വെച്ച് കഴിഞ്ഞാല് 4 ആയിട്ട് ഗ്രൂപ്പ് ചെയ്യും കുട്ടികളെ, 4 ഫെസിലിറ്റേറ്റർക്ക് അങ്ങ് കൊടുക്കുക. ഈ ഫെസിലിറ്റേറ്ററുടെ കൂടെ അസിസ്റ്റന്റുകളും ഉണ്ടാവും, പിന്നെ എല്ലാം നോക്കാനായിട്ട് ഡയറക്ടർ ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ അതാണ് ഈ മോണ്ടിസോറി മെത്തേഡ് ശരിക്കും അറിയാവുന്നവര് അതുപോലെയാണ് ഫെസിലിറ്റേറ്റേഴ്സിനെ കൂടുതൽ പ്രൊവൈഡ് ചെയ്യും, അവരുണ്ടാവും. കാരണം കുട്ടികള് പല ഏജ് ഗ്രൂപ്പും ആണല്ലോ മോണ്ടിസോറിയിലെ. നമ്മളിപ്പോ സാധാരണ ഒരു സ്കൂളിൽ പോകുമ്പോൾ നമുക്കിതൊരു ചലഞ്ച് തന്നെയാണ്. കുറച്ച് കുട്ടികൾക്ക് ആക്ഷൻ സോങ് ആയിരിക്കും, കുറച്ച് കുട്ടികൾക്ക് ഇതായിരിക്കും. നമ്മൾ അതിനനുസരിച്ച് ആക്ടിവിറ്റി പ്രിപ്പയർ ചെയ്തുകൊണ്ട് പോയിട്ട് നമ്മൾ ആക്ഷൻ സോങ് കൊടുക്കുമ്പോൾ ആ കുട്ടികളെ അങ്ങനെ വെക്കുകയാണെങ്കിൽ മറ്റേ കുട്ടികൾക്ക് എന്തെങ്കിലും അവർക്ക് ആക്ടിവിറ്റി നമ്മൾ കൊടുക്കേണ്ടി വരും. പക്ഷെ പലപ്പോഴും ആക്ഷൻ സോങ് എല്ലാവരും ആക്സെപ്റ്റബിൾ ആയിരിക്കും കേട്ടോ.
ഹോൾ ക്ലാസ് ഇതിലേക്ക് വരുമ്പോൾ ബാക്കി അല്ലാതിരിക്കുന്നവർ പെട്ടെന്ന് തന്നെ അതിനകത്തേക്ക് മേർജ് ചെയ്തങ്ങ് പോകും. ആക്ഷൻ സോങ് ഒരുവിധം എല്ലാ കുട്ടികളും തന്നെ, സ്റ്റോറിയാണ് പലപ്പോഴും ഒരു പ്രശ്നം വരുന്നത്. അത് ഇതുപോലെ മാസ്ക് ഒക്കെ വെച്ചാണെങ്കിൽ എല്ലാരും അതിനകത്ത് ഇൻവോൾവ് ആകും. പിന്നെ എന്തോ ആക്ഷൻ സോങ്ങിനേക്കാൾ ഇഷ്ടം സ്റ്റോറി കേൾക്കാനാണ്. ഞാൻ എന്നോട് പറഞ്ഞു കൊടുക്കുമ്പോ എന്നോട് പറയും കഥ പറഞ്ഞിട്ട് അതിൽ പറഞ്ഞു തന്നാ മതി. ശരി. ഡിപ്പെൻസ്. അതാണ് അപ്പൊ ഇങ്ങനെ നമ്മള് സാധാരണ സ്കൂളിൽ പോകുമ്പോൾ നമ്മളുടെ ഒരു ചലഞ്ച് ഇത് തന്നെയാണ്. അത് നമുക്ക് നമ്മൾ മാനേജ് ചെയ്തേ പറ്റൂ. അപ്പൊ അങ്ങനെ വരുമ്പോഴേക്കും ഈ ആക്ഷൻ സോങ് ഇഷ്ടമുള്ള രീതിയിൽ തന്നെ മറ്റുള്ളവരെ ആക്കാനായിട്ട് നമ്മൾ ശ്രമം നടത്തി നോക്കാം. അല്ലെങ്കിൽ സ്റ്റോറി ഇവർക്കും കൂടെ ഇഷ്ടമുള്ള രീതിയിൽ മാസ്ക് ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ എല്ലാവരും അതിനകത്ത് ഇൻവോൾവ് ആകും. നമുക്ക് നമ്മുടെ കൂടെ ഒരു ടീച്ചറും കൂടി ഉണ്ടെങ്കിൽ നമുക്കത് എളുപ്പത്തിൽ മാനേജ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഒറ്റയ്ക്ക് ആകുമ്പോഴാണ് ഈ പ്രശ്നം. അതാണ് ഇഷ്ടം. അങ്ങനത്തെ കുട്ടികൾക്ക് കഥയാണ് ഇഷ്ടം. ഓക്കെ, ഒരു കുഞ്ഞ ഏജിലൊക്കെയാന്ന് തോന്നുന്നു ഈ ആക്ഷൻ സോങ്ങിനോട് ഭയങ്കര താല്പര്യം തോന്നുന്നു കുട്ടികൾക്ക് പൊതുവെ. അപ്പൊ എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സിൽ നമ്മള് സൈക്കോളജിയുടെ കാര്യമായിരുന്നു പറഞ്ഞ. എവറി ഇൻഡിവിജ്വൽ ഇസ് യുണീക്ക് ഇൻ നേച്ചർ, യുണീക്ക് ആണ്. അറ്റ് ദ സെയിം ടൈം ഇവരെല്ലാരും കൂടെ ഒരുമിച്ച് വരുമ്പോൾ പല ബിഹേവിയർ ഉള്ള ഒരു ഗ്രൂപ്പായിട്ടാണ് കിട്ടുന്നത്. അപ്പൊ ഈ വരുന്ന ടീച്ചർ അല്ലെങ്കിൽ ഫെസിലിറ്റേറ്റർ ടീച്ചർക്ക് മുന്നിൽ വരുന്നവരെ മനസ്സിലാകണം. ചില ആൾക്കാരെ കണ്ടിട്ടില്ലേ, വലിയ ആൾക്കാരുടെ ഒരു പബ്ലിക്കിന് ഒരു ക്ലാസ് കൊടുക്കുവാണെങ്കിൽ അവര് ആ മുന്നിലുള്ള പബ്ലിക്കിന്റെ വൈബ് മനസ്സിലാക്കിയിട്ടായിരിക്കും അവര് ക്ലാസ് കൊണ്ടുപോവുക. കഴിഞ്ഞ ദിവസം ഞാനൊരു ക്ലാസ് അറ്റൻഡ് ചെയ്തു. ഈ തുടക്കമൊക്കെ നല്ലതായിരുന്നു, നല്ല രസമായിട്ട് കൊണ്ടുപോയി. പക്ഷെ പിന്നെ ആ സാറിന്റെ കയ്യിൽ നിന്ന് പോയി, ആ ഗ്രൂപ്പിനെ ആൾക്ക് കൊണ്ടുപോകാൻ പറ്റിയില്ല. അങ്ങനെ അതൊരു പ്രശ്നം പറ്റുന്നുണ്ട് പലപ്പോഴും. തുടങ്ങിയതൊക്കെ ശരിയായിരുന്നു, പറയേണ്ട പല പ്രശ്നങ്ങളും തന്നെയായിരുന്നു ആള് പറഞ്ഞു തുടങ്ങിയത്. പക്ഷെ പറഞ്ഞു വന്നപ്പം അത് ആളുടെ കയ്യിൽ നിന്ന് പോയി. അങ്ങനെ പെട്ടെന്ന് തന്നെ ക്ലാസ്സിൽ ഇരുന്ന് എല്ലാവർക്കും ഒരേപോലെ മടുപ്പായി തുടങ്ങി. അതൊക്കെയാണ്. ഇരിക്കുന്ന ഗ്രൂപ്പിനെ മനസ്സിലാക്കി അവരുടെ ബിഹേവിയർ മനസ്സിലാക്കി അവരെ കൊണ്ടുപോകാനായിട്ട് വെച്ചണം. അതാണ് ഇവിടെ ടീച്ചറിന്റെ കാര്യം പറയുന്നത്. വരുന്ന സ്റ്റുഡൻസിനെ മനസ്സിലാക്കി അവരുടെ ബിഹേവിയർ മനസ്സിലാക്കി അവരെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ആ ഒരു ടീച്ചർക്ക് വരണം. സോ അതുകൊണ്ടാണ് സൈക്കോളജി എഡ്യൂക്കേഷൻ സെറ്റിംഗ്സിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. തിയേറ്ററിലൊക്കെ അവരുടെ ഭാഗം. ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് ടീച്ചിങ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ വന്ന് ഇരിക്കാറുണ്ട് ക്ലാസ്സിൽ ചില സമയത്ത്. അപ്പൊ വൺസ് ഒക്കെ വന്ന് ഓക്കെ ആണെന്ന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് പോകും. ആക്ച്വലി ഞങ്ങൾക്കൊക്കെ ഞങ്ങളുടെ മാം വിസിറ്റ് ചെയ്യാൻ വരുമായിരുന്നു. ഓൺലൈൻ ആവുമ്പോൾ കേരളത്തിന്റെ പല ഭാഗത്തല്ലേ, ഇതിന് ചിലരൊക്കെ പുറത്തുമാണ്, മീൻസ് കേരളത്തിന് പുറത്തും ഇന്ത്യയുടെ പുറത്തും ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ നമുക്കത് ടീച്ചിങ് പ്രാക്ടീസ് സമയത്ത് അങ്ങനെ ഇൻസ്പെക്ഷൻ പോലെയൊന്നും വരാൻ പറ്റില്ലല്ലോ. ഇവിടെയൊക്കെ ചെയ്യുമ്പോൾ ഇവിടെയുള്ള മീൻസ് ഓഫ്ലൈൻ ആയിട്ടൊക്കെ ചെയ്യുന്നെങ്കിൽ ഇവിടെയുള്ള സ്കൂളുകളൊക്കെ തന്നെ നിയർ ബൈ സ്കൂൾസ് ഒക്കെ ആയിരിക്കുമല്ലോ. അപ്പൊ പിന്നെ മാമിന് ഇൻസ്പെക്ഷൻ വരുന്നതിനൊന്നും അന്ന് പ്രശ്നം ഉണ്ടായില്ല. പക്ഷെ ഇപ്പം ഇത്തിരി പ്രശ്നമാണ്. ഞാൻ കേട്ടത് ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ വന്നിരിക്കുന്നതായിരുന്നു ഞാൻ കേട്ടത്. പിന്നെ ക്ലാസ് ടീച്ചറും ചിലപ്പോൾ ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷനും കൂടി ആയിരിക്കും ക്ലാസ്സിൽ വന്നിരിക്കുക. ഒരു ഫുൾ ടൈം ഒന്നും ഇരിക്കൊന്നുമില്ല, ജസ്റ്റ് എങ്ങനെയാന്ന് മനസ്സിലാക്കിയിട്ട് അവരങ്ങ് പോകും. ചിലപ്പോൾ പുറത്ത് നിൽക്കും എന്നൊക്കെ പറയണ കേൾക്കാം. ഡിപ്പെൻസ്. ചിലർ പക്ഷെ ഫ്രീഡം തരും, അവരെ ശ്രദ്ധിക്കാറേയില്ല, നോക്കാറില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും വേറെ ഏതെങ്കിലും ടീച്ചേഴ്സിനെ ഏൽപ്പിക്കും. ഇതൊന്നും ഒരു പ്രശ്നമില്ല, നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്യാം. എന്തെങ്കിലും. അപ്പൊ ഈ ഒരു കാര്യത്തിൽ പറഞ്ഞെന്താന്ന് വെച്ചാൽ ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉണ്ട്. യെസ്, നമുക്കിപ്പം മോണ്ടിസോറി ആണ് അവിടെ എടുക്കുന്നതെന്ന് ഇപ്പൊ സ്കൂളിൽ എടുക്കുന്നത് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റില്ല മോണ്ടിസോറി സ്കൂളാണെന്ന്? കാരണം ഇപ്പൊ ഇവിടെ എല്ലായിടത്തും നോർമലായിട്ട് കാണുന്ന സ്കൂൾസ് അല്ലേ ഉണ്ടാവും. അപ്പൊ നമ്മൾ മോണ്ടിസോറി സ്കൂളാണെന്ന് എങ്ങനെ മനസ്സിലാക്കും? നമ്മളുടെ സാധാരണയുള്ള KG സ്കൂളുകൾ, KG സെഷനുള്ള സ്കൂളുകളിൽ ഇതിന്റെ ഒരു മിക്സഡ് വേർഷൻ യൂസ് ചെയ്യാറുണ്ട്. മോണ്ടിസോറി മെത്തേഡിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ അവർ അഡോപ്റ്റ് ചെയ്ത് തന്നെയാണ് ക്ലാസ്സസ് കൊണ്ടുപോകുന്നത്. ഫുള്ളി ട്രഡീഷണലി ആയിട്ട് പലപ്പോഴും ഗവൺമെന്റ് സ്കൂൾസ് അങ്ങനെയുള്ളതിനെ കാണുന്നത്. ഈവൻ ദോ അംഗൻവാടിയിൽ കുറെയൊക്കെ മോണ്ടിസോറി മെത്തേഡ് അല്ലേ, കുറെയൊക്കെ മെറ്റീരിയൽസ് ഒക്കെ കുറെ വെച്ചിട്ടൊക്കെ ആയിരിക്കും കുട്ടികളെ പലതും ചെയ്യിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ ട്രെയിനീസ് ഒക്കെ പോയപ്പോൾ പറഞ്ഞു നമ്മൾ പരിചയപ്പെട്ട, നമ്മൾ ഫെമിലറൈസ് ചെയ്തിരുന്ന പല മെറ്റീരിയൽസും അവിടെ ഉണ്ട്. ഞാനൊരു സ്പെഷ്യൽ സ്കൂളിൽ പോയപ്പം അവിടെ ഇതുപോലെ തന്നെ ഫ്ലാഷ് കാർഡ്സ്, നമ്പർ കാർഡ്സ്, പിക്ചർ കാർഡ്സ്, പിന്നെ സാൻഡ് പേപ്പർ ലെറ്റേഴ്സ്, ഇതെല്ലാം മോണ്ടിസോറി മെറ്റീരിയൽസാ. അതെല്ലാം അവിടെ ഉണ്ടായിരുന്നു. മറിയ മോണ്ടിസോറി ആദ്യം സ്പെഷ്യൽ കുട്ടികളിലാണ് ഈ ഒരു എക്സ്പെരിമെന്റ് പോലെ ചെയ്തത്.
സ്പെഷ്യൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്തത്. സ്പെഷ്യൽ നീഡ്സ് ആവശ്യമുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട്. അതായത് ബ്രെയിൻ ഡെവലപ്മെന്റ് ശരിയായ രീതിയിൽ നടക്കാത്ത കുട്ടികൾ മോണ്ടിസോറിക്ക് മനസ്സിലായി, അവരിൽ ചെയ്തപ്പോൾ റിസൾട്ട് ഉണ്ടായി. അപ്പോൾ നോർമൽ കുട്ടികളിൽ ചെയ്യുമ്പോൾ നല്ല റിസൾട്ട് ആയിരിക്കും അവർക്ക് മനസ്സിലായി. അങ്ങനെ അവർക്ക് ഒരു കോള് വരുമ്പോൾ സ്ലം ഏരിയയിലെ എന്താ പറയാ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഡേ കെയർ സ്റ്റാർട്ട് ചെയ്യാനാണ് ലോക്കൽ അതോറിറ്റി അവരോട് ആവശ്യപ്പെട്ടത്. അങ്ങനെ അവർ അവിടെ ഒരു മോണ്ടിസോറി സ്കൂൾ അങ്ങനെയാണ് ആദ്യമായിട്ട് തുടങ്ങുന്നത്. അത് സ്ലം ഏരിയയിലെ കുട്ടികളാണ്. അവർ പല രീതിയിൽ ഡീവിയേറ്റഡ് ആയിട്ടുള്ള കുട്ടികളാണ്. അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ന്യൂട്രീഷൻ ഇല്ല, പ്രോപ്പർ ആയിട്ടുള്ള ഗൈഡൻസ് ഇല്ല. പാരന്റ്സ് ലൈവ്ലിഹുഡിന് വേണ്ടിയിട്ട് പല ജോലിക്കും പോകുന്നവരാണ്. പാരന്റ്സിന് കെയർ ചെയ്യാൻ പറ്റുന്നില്ല കുട്ടികളെ. സോ അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഫസ്റ്റ് സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവര് പിന്നെ ആ എൻവയോൺമെന്റുമായിട്ട് അഡാപ്റ്റഡ് ആകുന്നു. അവർക്ക് പെട്ടെന്ന് തന്നെ മാറ്റങ്ങൾ വരുന്നു. അവരുടെ ഇന്റലക്ച്വൽ ലെവൽ മാറുന്നു. അങ്ങനെ 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 പല പല പ്രോസസ്സിലൂടെ അവർ കടന്നു പോകുന്നു. ഇത് തന്നെയാണ് നമ്മളിപ്പോ ഒരു സ്കൂളിൽ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ പലപ്പോഴും മോണ്ടിസോറി മെറ്റീരിയലിൽ എന്തെങ്കിലും കാണും, പിന്നെ എന്തെങ്കിലും മെത്തേഡിൽ തന്നെയായിരിക്കും അവർ ചെയ്യിക്കുന്നത്. അപ്പോ നമുക്ക് മനസ്സിലാകും, ചെല്ലുന്ന സ്കൂളിൽ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാകും. ഓക്കെ, അപ്പൊ നമ്മൾ സൈക്കോളജിയുടെ കാര്യമായിട്ടൊന്നും പറഞ്ഞൊന്നുമില്ല. എന്നാലും ഇത്രയാണ് എന്തുകൊണ്ടാണ് എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സിൽ സൈക്കോളജിയുടെ ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. യെസ് യെസ് അറിയാം. കാർഡ്സ് എന്റെ മോന്റെ പ്ലേ ഗ്രൂപ്പിലെ കാർഡ്സ് ആണത്. എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്? ഞാൻ ഉണ്ടാക്കിയല്ല മാം, മോൻ പ്ലേ ഗ്രൂപ്പിൽ പഠിച്ചിരുന്നപ്പോ ഉള്ളതാ. വാങ്ങിയതാണോ അതോ? അല്ലല്ല, അവര് സ്കൂളിൽ നിന്ന് ലാസ്റ്റ് പ്ലേ ഗ്രൂപ്പ് കഴിഞ്ഞു പോയപ്പോ അവന്റെ തന്നതാ. ഇതേപോലെ മോൻ ചെയ്തത്. പിന്നെ നമ്പേഴ്സിന്റെ ഉണ്ട്. അത് വെച്ച് തന്നെ കളർ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ടോ? കളറൊക്കെ ഐഡന്റിഫൈ ചെയ്യും. അവനെ പ്ലേ ഗ്രൂപ്പിൽ തന്നെ എല്ലാ കളേഴ്സും പഠിച്ചു. നമ്പേഴ്സ് 20 വരെ പറയാൻ പഠിച്ചു. ഇപ്പൊ LKG ആയി. ഇപ്പൊ 50 വരെ, 100 വരെ ഉണ്ടെന്ന് പറഞ്ഞ 50 ആയി ഇപ്പൊ. ലെറ്റേഴ്സും നമ്പേഴ്സും കൊടുത്തിരിക്കുന്നത് ചുമ്മാ വരച്ചേക്കുവാണോ അതോ എന്തെങ്കിലും കട്ട് ചെയ്ത് ഒട്ടിച്ചാണോ, എംപോസ്ഡ് ആണോ? അല്ലല്ല, ഇതൊരു പ്രിന്റ് ആയിട്ടുള്ള തന്നെയത്. പിന്നെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഓരോ സ്റ്റിക്കേഴ്സ് ഉണ്ട് അവന്റെ ബുക്കില്. അവന്റെ ബുക്കൊക്കെ കണ്ടാൽ കുറച്ച് പേടിക്കും, കാരണം സ്റ്റോറി ബുക്കൊക്കെ കണ്ടാൽ നമുക്ക് തന്നെ വായിക്കാൻ കിട്ടണില്ല. കുറെ ബുക്സ് ഉണ്ട്, കുറെ ആക്ടിവിറ്റി ചെയ്ത ബുക്കുകൾ ഉണ്ട്. ഇതൊക്കെ ഒരു ഇതുപോലെ തന്നെ ഒട്ടിച്ചതൊന്നല്ല, പ്രിന്റ് ആണ്. പ്രിന്റ് ആണ്. ഓക്കെ ഓക്കെ. നമുക്ക് ഇതുപോലെ സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് നിങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതായത് ഞാൻ ചോദിച്ചത് മോണ്ടിസോറി മെറ്റീരിയൽ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള. മോണ്ടിസോറി മെറ്റീരിയൽ ആണ് സാൻഡ് പേപ്പർ ലെറ്റേഴ്സ്. ഓക്കെ, അപ്പൊ അതൊക്കെ ചെയ്യേണ്ടതുണ്ട്. അതൊക്കെ ആവുമ്പോഴേക്കും ഞാൻ പറയാന്ന് വിചാരിച്ചിട്ടാ, അതിന്റെ ഡീറ്റെയിൽസ് പറയാന്ന് വെച്ചിട്ടാ. സോ നമുക്കൊന്ന് വൈൻഡപ്പ് ചെയ്യാം. സൈൻ ഔട്ട് ഉണ്ടോ ആരെങ്കിലും? കുറച്ച് ഇവിടെ കുറെ ഫംഗ്ഷൻ ഉള്ള കാരണം കുറച്ച് സൗണ്ട് കൂടുതലുണ്ടാവും. Okay. The best teachers teach from the heart, not from the book. Thank you for being a wonderful teacher, ma'am. Your class is so interesting, and thank you so much, ma'am, for your effort. Thank you. Thank you, ma'am. Bye. Thank you, ma'am. Okay, bye, ma'am. Thank you, ma'am. Bye bye. Thank you, ma'am. 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 താങ്ക് യു മാം. Bye.
ശരി, ഇപ്പൊ മാറിയോ ഡ്രസ്? സ്റ്റോറി നല്ലൊരു മെഡിസിൻ ആയിരുന്നു. എനിക്ക് ഭയങ്കര വേദനയായിരുന്നു, എണീക്കാനും ഇരിക്കാനൊന്നും വയ്യാണ്ട്. ഞാനിത് പറഞ്ഞതല്ല വിചാരിച്ചിട്ട് സ്റ്റോറി പറഞ്ഞ് ലീവ് ചെയ്ത് പോവാ വിചാരിച്ചാ. അത്ര വേദന, ഭയങ്കരമായിട്ട് വേദന എടുത്തിരിക്കായിരുന്നു. എന്നിട്ട് സ്റ്റോറി പറഞ്ഞു കഴിഞ്ഞപ്പോ എന്താവും, ഞാൻ മറന്നുപോയി. പിന്നെ നോക്കുമ്പോ വേദനയില്ല. ചെറിയ ഉണ്ട്, പക്ഷെ ആ ഒരു ബുദ്ധിമുട്ട് മാറി. നമ്മളുടെ ഇതിലേക്ക് ഡീവിയേറ്റ് ചെയ്തു, ഭയങ്കരമായിട്ട് ഇൻവോൾവ് ചെയ്ത സ്റ്റോറി പറയുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ ഉള്ളിലേക്കൊക്കെ ആ സ്റ്റോറി ശരിക്കും കേറിയത് കാരണം. ഓക്കെ, ഞാൻ ലീവ് ചെയ്തോട്ടെ. എനിക്ക് 1:30 ക്ലാസ്. തൊണ്ട ശരിയല്ല. ബൈ. ഓക്കെ, ബൈ ടു ഓൾ. ബൈ.